ഈവനിങ് ഓൾ. നമ്മൾ അടുത്തൊരു വർക്ക്ഷോപ്പുമായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് നമുക്ക് ട്രെയിനിങ് എടുക്കാൻ ഇവിടെ വന്നിട്ടുള്ളത് നൗറിൻ കെ. നൗറിൻ BSc മെഡിക്കൽ ബയോകെമിസ്ട്രി ഗ്രാജുവേറ്റ് ആണ്. എന്നിട്ട് അവൾ കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് ഫ്രീലാൻസ് കരിയർ കോച്ചായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ കരിയർ സ്വിച്ചിങ്ങിനെയും ട്രാൻസിഷനെയും പറ്റി പറയാൻ നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ഏറ്റവും എലിജിബിൾ ആയ വൺ ഓഫ് ദ കാൻഡിഡേറ്റ് ആണ് നൗറിൻ. അപ്പോൾ നമുക്ക് എത്രയും വേഗം നൗറിന് കൈമാറാം. എന്തൊക്കെയാണ് ആൾക്ക് കരിയർ ട്രാൻസിഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് നോക്കാം. പലപ്പോഴും ചിലപ്പോൾ കമ്പനിയുടെ കൾച്ചർ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ പാഷനുമായി മീറ്റ് ചെയ്യാത്തുള്ള ഒരു ജോബ് പ്രൊഫൈലോ മറ്റോ കൊണ്ടാവാം നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഫൈലിൽ നിന്ന് സ്വിച്ച് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ ഒരുപാട് പേര് BA ജേർണലിസം കഴിഞ്ഞ് IT-യിലേക്ക് വന്നവരും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതേപോലെ നൗറിന്റെ പെർസ്പെക്റ്റീവിൽ നിന്നും ജോബ് ട്രാൻസിഷനും കരിയർ സ്വിച്ചിങ്ങുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാം. അതേപോലെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഒപ്റ്റിമൈസേഷനും ജോബ് സെർച്ചിങ് സ്ട്രാറ്റജീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നൗറിൻ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ നൗറിൻ, വെൽക്കം ടു ദ സെഷൻ. Thank you for the warm introduction. Thank you. Okay, so ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട് ഫസ്റ്റ്. സോ ഓഡിബിൾ അല്ലേ എല്ലാവർക്കും? യെസ്, ഓഡിബിൾ. ഓക്കെ ഫൈൻ. സോ ഞാൻ ഫസ്റ്റ് എന്നെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് നൗറിൻ. ഞാനിപ്പോൾ കരിയർ കോച്ചായിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഫ്രീലാൻസ് ആയിട്ട്. ഒരു കഴിഞ്ഞ 3 വർഷമായിട്ട് ഈ ഒരു ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ പഠിച്ചത് ഇതുമായി ഒരു ബന്ധമില്ല. ഞാൻ മെഡിക്കൽ ബയോകെമിസ്ട്രി ഗ്രാജുവേറ്റ് ആണ്. എനിക്ക് അതിനുശേഷം ഒരു ലാബ് ടെക്നീഷ്യൻ ആയിട്ട് ഓൾമോസ്റ്റ് ഒരു 2.5 years വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു ലാബിൽ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു ഫസ്റ്റ് ഇയർ ഒക്കെ ഒന്നും കുഴപ്പമില്ല, നല്ല രീതിയിൽ അങ്ങനെയൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി. പിന്നെ സെക്കൻഡ് ഇയർ ആയപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ ഇത് എനിക്ക് പറ്റിയതല്ല, കുറച്ചും കൂടി വേറെ കരിയർ സ്വിച്ചിങ്ങിനെ കുറിച്ചിട്ട് ഞാൻ ആലോചിച്ചത് ആ ടൈം. അങ്ങനെയാണ് ഒരുപാട് അപ്സ്കില്ലിംഗ് കോഴ്സസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഈ ഒരു കരിയർ കോച്ചിങ് എന്ന ഫീൽഡിലേക്ക് ഞാൻ മാറുന്നത്. ഓക്കെ, സോ ഇപ്പൊ ഈ ഒരു ഓൾമോസ്റ്റ് ഈ ഒരു 3 വർഷക്കാലത്തിന്റെ ഇടയിൽ എനിക്ക് ഒരു അത്യാവശ്യത്തിന് ഒരു 100+ സ്റ്റുഡൻസ് വന്നിട്ടുണ്ട്. അത് പെയ്ഡും അൺപെയ്ഡ് ആയിട്ട് ഞാൻ ഒരുപാട് സെഷൻസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുമുണ്ട്. അപ്പൊ അതിൽ ആ ഒരു എക്സ്പീരിയൻസും എൻ്റെ ആ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്, ആ ഒരു ജേർണി കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇതിലൂടെ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കരിയർ സ്വിച്ച് എത്ര നല്ല സ്മൂത്ത് ആയിട്ട് നല്ല ആ ഒരു പെർട്ടിക്കുലർ ഒരു നല്ല പക്ക സ്ട്രാറ്റജിയിൽ മുന്നോട്ട് പോകേണ്ടത്, ഈ കാര്യങ്ങളൊക്കെയാണ് ഞാൻ എൻ്റെ ഈ ടോപ്പിക്കിൽ ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും ഒരു ലൈഫിലെ ഒരു പോയിന്റിൽ ചിന്തിച്ചിട്ടാണ് എങ്ങനെയെങ്കിലും ഒന്ന് നമ്മളിപ്പോൾ എടുക്കുന്ന ജോലിയിൽ നിന്ന് ഒന്ന് സ്വിച്ച് ചെയ്യണം, പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യണം. അപ്പോൾ പല പോയിന്റിലും, അതായത് ഏതൊരു പോയിന്റിലായാലും ചിലപ്പോൾ ഒരു ബേൺ ഔട്ട് ആയ ടൈം ആയിരിക്കാം, ചിലപ്പോൾ അങ്ങനെ പല സാഹചര്യത്തിലും എല്ലാ മനുഷ്യരും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടാവും ഒന്ന് കരിയർ ഒന്ന് പുതിയ ട്രൈ ചെയ്ത് നോക്കുക കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇവിടെ അപ്പം അങ്ങനെ പെട്ടെന്ന് ആ ഒരു മിനിറ്റില് അല്ലെങ്കിൽ ഒരു 2 സെക്കൻഡ് കൊണ്ട് ചിന്തിച്ചിട്ട് അങ്ങനെ ഓക്കെ സ്വിച്ച് ചെയ്യാവുന്ന ആ ഒരു തീരുമാനം ഒരിക്കലും എടുക്കരുത്. നമ്മൾ കുറച്ച് ടൈം എടുത്ത് കുറച്ച് സ്ട്രാറ്റജി പ്ലാൻ ചെയ്ത് എന്നിവ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം നമ്മൾ കരിയർ സ്വിച്ചിനെ കുറിച്ച് ചിന്തിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് ലോങ് മുന്നോട്ട് പോകേണ്ട ഒരു കാര്യമാണ് ഈ ഒരു കരിയർ എന്ന് പറയുന്ന സംഭവം. പല സന്ദർഭത്തിലും നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ചെയ്യാം, പക്ഷേങ്കിൽ എന്നാൽ പോലും നമ്മൾ നമ്മുടെ ലൈഫ് കാര്യങ്ങൾക്ക് ഒന്ന് സെക്യൂർ ഇടാം, എന്നിട്ട് മാത്രമേ നമ്മൾ എക്സ്പെരിമെന്റ് ആയാലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പൊതുവെ എല്ലാവരും ലോജിക്കലി തിങ്ക് ചെയ്തിട്ട് എടുക്കുന്ന ഒരു ഡിസിഷൻ. അപ്പൊ അതിനുള്ള സ്ട്രാറ്റജീസ്, അതിനുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴാണ് കരിയർ സ്വിച്ചിങ്ങിനെ കുറിച്ച് ചിന്തിക്കേണ്ടത്, എപ്പോഴാണ് ഓക്കെ നമുക്കൊന്ന് കരിയർ ഒന്ന് സ്വിച്ച് ചെയ്യണം, എന്തൊക്കെയാണ് സയൻസ് കാര്യം. ഫസ്റ്റ് ആണ് മൺഡേ എപ്പോഴും നമുക്കൊരു ഡ്രെഡ് ആയിട്ട്, അതായത് ഒരു ഭയങ്കര ഭയത്തോടെ ആയിരിക്കും നോക്കാം. അതോ നെക്സ്റ്റ് ഡേ ഇന്ന് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, മീറ്റിംഗ് ഉണ്ട്, അങ്ങനെ എപ്പോഴും ഒരു ഭയത്തോടെ മൺഡേ കാണുകയാണെങ്കിൽ അതൊരു സൈൻ ആണ് ടു സ്വിച്ച് യുവർ കരിയർ. സെക്കൻഡ് വൺ, ജസ്റ്റ് ഫോർ ദ പേയ്മെന്റ്, മന്ത് എൻഡ് ഒരു സാലറിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഒരു പോയിന്റും ഇല്ല നിങ്ങൾ ഒരു ആ ഒരു കരിയറിൽ മുന്നോട്ട് പോകുന്നെങ്കിൽ. തേർഡ് വൺ, യു ഫീൽ ലൈക്ക് എ ഡെഡ് എൻഡ്, അതായത് ഇതൊരു ഡെഡ് എൻഡ് ആണ്, ഇനി എനിക്ക് പ്രത്യേകിച്ച് മുന്നോട്ട് കാര്യങ്ങളൊന്നും ഇല്ല, അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഓൾസോ വൺ ഓഫ് ദ സൈൻ ടു സ്വിച്ച് യുവർ കരിയർ. പിന്നെ എന്ത് സംഭവിച്ചാലും ഐ ജസ്റ്റ് ഡോണ്ട് കെയർ, എന്തെങ്കിലുമൊക്കെ ആവട്ടെ, എന്തെങ്കിലുമൊക്കെ മുന്നോട്ട് പോട്ടെന്ന് ചിന്തിക്കുകയാണെങ്കിലും ആ ഒരു പോയിന്റിൽ തന്നെ. പിന്നെ ലൈഫ് ഇസ് ജസ്റ്റ് എ പോയിന്റ്ലെസ് ആയിട്ട് ചിന്തിക്കുകയാണെങ്കിലും ഇറ്റ്സ് എ സൈൻ ടു ചേഞ്ച് യുവർ കരിയർ. ഓക്കെ, ഈ ഒരു ഡ്രെഡ് ആയിട്ടുള്ളതും പിന്നെ ഈ ഒരു ഡെഡ് എൻഡിലൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ മാത്രം നിങ്ങൾ കരിയർ സ്വിച്ചിനെ കുറിച്ചിട്ട് ചിന്തിച്ചാൽ മതി ആ ഒരു പോയിന്റിൽ. ഓക്കെ,
അപ്പോൾ കരിയർ ട്രാൻസിഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചാണ്. ഇപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്കുക. ഇപ്പൊ ഒരു ഡേ ടു ഡേ ഇപ്പൊ ഒരു ഓഫീസിൽ പോവുകയാണെങ്കിൽ ഇപ്പൊ 24 hours ഒരു 8 to 9 മണിക്കൂർ നിങ്ങൾ എപ്പോഴും ഓഫീസിലായിട്ട് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ അത് നിങ്ങൾ ആ ലൈഫ് സ്റ്റൈലിനോ നിങ്ങളുടെ മെന്റൽ ഹെൽത്തിനെ അത് ബാധിക്കും. നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു വർക്കിനാണ് പോകുന്നതെങ്കിൽ. ഓക്കെ, അപ്പൊ ആ ഒരു ലൈഫ് സ്റ്റൈൽ തന്നെ റീഡിസൈൻ ചെയ്യുന്ന സംഭവമാണ് ഈ കരിയർ സ്വിച്ച് എന്നുകൊണ്ട്. അപ്പോൾ അത് ഡിപ്പെൻഡ് ചെയ്യും. ഒരു അടിപൊളിയായിട്ടുള്ള കരിയർ ആണെന്ന് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഇൻട്രസ്റ്റ് ഉള്ള സ്കില്ലായിട്ടുള്ള പാഷൻ ആയിട്ടുള്ള ഒരു കരിയറിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നമ്മൾ ആ സ്പെൻഡ് ചെയ്യുന്ന ടൈം അടിപൊളിയായിരിക്കും. അതിന് പുറമെ തന്നെ നമ്മൾ രാത്രി ഉറങ്ങുന്ന ടൈം നമ്മൾ ചിന്തിക്കും, ഓക്കെ ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്തെന്നായിരിക്കും. അതിലൊരു മേജർ പോർഷൻ നമ്മളെ കരിയർ വരും. കാരണം 8-9 മണിക്കൂർ അതിന് തന്നെ സ്പെൻഡ് ചെയ്തതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കരിയർ സ്വിച്ച് എന്ന് പറയുന്നത് റീഡിസൈനിങ് അവർ ലൈഫ് സ്റ്റൈൽ തന്നെ നമ്മൾ റീഡിസൈൻ ചെയ്യുകയാണ് ചെയ്യുക. അതിന് പുറമെ തന്നെ നമ്മൾ ലോങ്ങർ ടേം ഗോൾസിനും ഇത് ബാധിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ കരിയർ സ്വിച്ചിങ്ങിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് അറിയേണ്ടത് നോ യുവർ സെൽഫ്. ഫസ്റ്റ് നമ്മൾ നമ്മളെ തന്നെ അറിയണം. അതായത് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു UG കഴിഞ്ഞ് പിന്നെ PG കഴിഞ്ഞ് അതിനുശേഷം ഒരു കുറച്ച് വർഷത്തോളം ജോലി എടുത്ത് അങ്ങനെ ഓൾറെഡി ഒരുപാട് ഇയേഴ്സ് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് കരിയറിന് വേണ്ടിയിട്ട്, അതായത് എഡ്യൂക്കേഷനും കരിയറും ഒക്കെ ആയിട്ട്. എന്നിട്ട് നിങ്ങൾ ഒരു കരിയർ സ്വിച്ച് ചെയ്യുമ്പോൾ നല്ലോണം നിങ്ങൾ നിങ്ങളെ തന്നെ ഫസ്റ്റ് മനസ്സിലാക്കണം. അതിൻ്റെ ഇൻട്രസ്റ്റഡ് ഏരിയ ഏതാണ്, എനിക്ക് എന്തിനോടാണ് പാഷൻ, എനിക്ക് എന്തിനോടാണ് കുറച്ചൊരു സ്കില്ലുള്ളത് എന്നിവ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളെ തന്നെ ഫസ്റ്റ് മനസ്സിലാക്കണം. എനിക്കറിയാം അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സംഭവമാണെന്ന്, കുറച്ച് ടൈം ടേക്കിംഗ് ആണെന്ന്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് ഒരു സിമ്പിൾ സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ടെസ്റ്റിനെ കുറിച്ചിട്ടൊന്നും സംസാരിക്കുന്നില്ല ഇവിടെ. അവിടെ സംസാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ലിസ്റ്റ് ഡൗൺ ചെയ്യാം നമ്മൾ ഇൻട്രസ്റ്റഡ് എന്താണ്. അതായത് ഇപ്പൊ നമ്മളിപ്പോ സ്കൂളിലോ കോളേജിലോ പഠിക്കുമ്പോൾ നമുക്ക് ഒരു വാലിഡേഷൻ, അതായത് ഒരു പ്രശംസ തന്നത് ഏതിനാണെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കാം. എനിക്ക് ഇന്നത് ചെയ്യാൻ താല്പര്യം. ഇപ്പൊ ചില ആൾക്കാർ സ്പോർട്സ് ഭയങ്കര താല്പര്യമുള്ളതായിരിക്കും. അപ്പൊ അതിനനുസരിച്ചിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ചില ആൾക്കാര് ഡ്രോയിങ് നല്ല താല്പര്യമാണ്. അപ്പൊ എന്തിനോടാണോ നമ്മള് ആ ഒരു എവിടെയെങ്കിലും ലൈഫിൽ എവിടെയെങ്കിലും നമുക്കൊരു പ്രശംസ കിട്ടിയിട്ടുണ്ടോ അത് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്താക്കുക, നമ്മൾ ഇൻട്രസ്റ്റും സ്ട്രെങ്ത്തും വീക്ക്നെസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്യാം. നമ്മൾ വീക്ക്നെസ് ലിസ്റ്റ് ഡൗൺ ചെയ്യാം. അത് ഒരു ദിവസം ഒരു രാത്രി എന്നിട്ട് എഴുതണം എന്നല്ല പറയാം. നമുക്ക് ഇങ്ങനെ ചിലപ്പോൾ തിങ്ക് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഓർമ്മ വരാം. ഒരാഴ്ച ഒക്കെ ടൈം എടുത്തോളൂ, ഒരു 10 ദിവസം ടൈം എടുത്തോളൂ. ഓക്കെ, എനിക്ക് ഇന്ന് പഠിക്കുന്ന ടൈം എനിക്ക് ഇതിന് ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ട്, ഇന്നത് ചെയ്യുമ്പോൾ ഇതിന് ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് എല്ലാ കാര്യങ്ങളും ലിസ്റ്റ് ഡൗൺ ചെയ്യുക. ലിസ്റ്റ് ഡൗൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, എന്നിട്ട് എന്താക്കാനെ മനസ്സിരുത്തിയിട്ട് ഒന്ന് വായിക്കാം. ഓക്കെ, എനിക്ക് ഇതിനോടൊക്കെയാണ് ഇൻട്രസ്റ്റ്, എനിക്ക് ഇതിനോടാണ് പാഷൻ എന്നിവ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ കട്ട് ഐഡിയ കിട്ടും. എന്നിട്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾ എന്താക്കുക, സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, കരിയർ സെറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് എടുക്കേണ്ട സ്റ്റെപ്സ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് നോ യുവർ സെൽഫ്. ഫസ്റ്റ് നമ്മളെ തന്നെ മനസ്സിലാക്കുക, സെൽഫ് അസസ് ചെയ്യാം. ഓക്കെ, സെൽഫ് അസസ്മെന്റിൽ ഫസ്റ്റ് വരുന്ന ഒരു കാര്യമാണ് ഇപ്പൊ കറന്റ്ലി ഉള്ള ജോബിൽ നിങ്ങൾ ഏതിലാണോ സാറ്റിസ്ഫൈഡ് അല്ലാത്തതെന്ന് ഫസ്റ്റ് മനസ്സിലാക്കുക. ഫസ്റ്റ് നമ്മളിപ്പോ പ്രസന്റ് ഉള്ള കോർ സബ്ജക്റ്റാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ഫസ്റ്റ് ഇപ്പോഴുള്ള കോർ സബ്ജക്ട് എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനി കൾച്ചർ ആണോ, അല്ല പിന്നെ അവിടുത്തെ ആ ഒരു ടോക്സിസിറ്റി ആണോ, പിന്നെ അവിടുത്തെ ജോബ് നേച്ചർ ആണോ, എന്താണ് അവിടുത്തെ ഒരു നമുക്ക് ഇഷ്ടമില്ലാത്തത്, അതായത് സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത ഒരു സംഭവം ഫസ്റ്റ് നമ്മൾ അതാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത് കറന്റ് ജോബിൽ. എന്നിട്ട് അതിനനുസരിച്ചിട്ട് ജോബ് സ്വിച്ച് ചെയ്യാം. അപ്പൊ അതായത് ഇപ്പോൾ കറണ്ട് കമ്പനിയിൽ ഇപ്പൊ ചിലപ്പോൾ നമുക്ക് ആ ഒരു വർക്ക് കൾച്ചർ ആയിരിക്കും ഇഷ്ടമില്ലാത്തുണ്ടാവുക, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പെർട്ടിക്കുലർ ചെയ്യുന്ന ജോബിൽ പെർട്ടിക്കുലർ തിങ് ആയിരിക്കും നമുക്ക് ഇഷ്ടമില്ലായിരിക്കാം. അതിനനുസരിച്ചിട്ട് നമുക്ക് കമ്പനി സ്വിച്ച് ചെയ്താൽ തീരുന്ന പ്രശ്നമാവും. അങ്ങനെ സ്വിച്ച് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഇവാലുവേറ്റ് നോക്കാം, എനിക്ക് ജോബ് തന്നെ സ്വിച്ച് ചെയ്യണം, ഇപ്പൊ മാർക്കറ്റിങ്ങിലുള്ള ആൾ HR സ്വിച്ച് ചെയ്യണം എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മളുടെ കറന്റ് ജോബിൽ എന്താണോ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത മനസ്സിലാക്കിയിട്ട് അതിന് മുന്നോട്ട് പോകാം. സെക്കൻഡ് വൺ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലിസ്റ്റ് ഡൗൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ക്ലിയർ കട്ട് ഐഡിയ കിട്ടും. എനിക്ക് എന്തിനോടാണ് ഇൻട്രസ്റ്റ്, എന്തിനോടാണ് സ്കില്ല്, എന്തിനാണ് ഞാൻ വാല്യൂ കൊടുക്കുന്നുള്ളത് മനസ്സിലാക്കുക. വാല്യൂ കൊടുക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ ചില ആൾക്കാര് സാലറിയിലായിരിക്കില്ല കൂടുതലായിട്ട് ചെയ്യാൻ നോക്കുന്നുണ്ടാവുക. ചില ആൾക്കാർ വർക്ക് ലൈഫ് ബാലൻസ് ആയിരിക്കും നോക്കുക. ചില ആൾക്കാർ എന്താക്കുന്നു, കൂടുതലായിട്ട് ട്രാവൽ ചെയ്യണം, അപ്പൊ റിമോട്ട് ജോബ് ആയിരിക്കും നോക്കുന്നുണ്ടാവും. അപ്പൊ റിമോട്ട് ജോബ് എല്ലാത്തിലും പോസിബിൾ ആവണമെന്നില്ല. ഇപ്പൊ ഒരു ലോയർക്കോ അങ്ങനെ മറ്റുള്ള പ്രൊഫഷണൽസിനോ അധികം ഒരു പ്രൊഫഷണൽ കോഴ്സസിനൊന്നും ഈ പറയുന്ന റിമോട്ട് ജോബ് പറ്റില്ല. അപ്പൊ അതിനനുസരിച്ചിട്ട് വേണം സ്വിച്ച് ചെയ്യാൻ. അപ്പോൾ ആൾക്കാരെ പ്രിയോറിറ്റി അനുസരിച്ചിട്ട് എന്തിനാണ് വാല്യൂ കൊടുക്കുന്ന അനുസരിച്ചിട്ട് വേണം നമ്മൾ നമ്മളെ കരിയർ സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എപ്പോഴും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇൻട്രസ്റ്റ്, പാഷന്, ഈ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ട് വേണം
ഇതൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടായ സംഭവമാണ്, പക്ഷെ നമുക്ക് വേണ്ടിയിട്ടല്ലേ, നമ്മുടെ കരിയറിന് വേണ്ടിയിട്ടല്ലേ. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മൾ ലിസ്റ്റ് ഡൗൺ ചെയ്യാം, കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്യാം. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ആ ഒരു ലിസ്റ്റ് ഡൗൺ ചെയ്തതിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ എന്റെ സ്ട്രെങ്ത് ഇതാണ്, എന്റെ വീക്ക്നെസ് ഇതാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇതൊക്കെയാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് നമ്മളെ തന്നെ അറിയും, സെൽഫ് അസസ് ചെയ്യാം. ഓക്കെ, പിന്നെ സെക്കൻഡ് ആണ് റിസർച്ച് ചെയ്യാം. ഡു യുവർ റിസർച്ച്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മളെ അറിയാം, നമ്മളെ അറിയുന്ന പോലെ വേറെ ആർക്കും അറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഡു യുവർ റിസർച്ച് വെരി വെൽ. നമ്മൾ തന്നെ നമ്മളെ തന്നെ എല്ലാ കാര്യങ്ങളും കരിയേഴ്സിനെ കുറിച്ചിട്ട് ലിസ്റ്റ് ഓഫ് കരിയർ നമ്മളിപ്പോ പറഞ്ഞല്ലോ ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നമ്മൾ ഇതിന് ആപ്റ്റ് ആയിട്ടുള്ള കരിയേഴ്സ് ഏതാന്നുള്ള ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ട് ഒരു 5 to 6 കരിയേഴ്സ് അതിൽ തന്നെ നമുക്ക് മനസ്സിലാവും. നേച്ചർ ഓഫ് ദി ജോബ് വെച്ചിട്ട് അത് ഞാൻ വരുന്നതിൽ പറയുന്നുണ്ട്. നേച്ചർ ഓഫ് ദി ജോബ് വെച്ചിട്ട് നമുക്ക് അതിനെ മനസ്സിലാവും, ഓക്കെ ഇതൊക്കെ ഈ ഒരു സ്കില്ലൊക്കെ ഉള്ള കാര്യത്തിൽ ഈ ഒരു 4 to 5 ജോബ് ലിസ്റ്റ് ഡൗൺ ചെയ്യുക. ആ ഒരു ജോബ്സ് നമ്മൾ തന്നെ ഡിസ്കവർ ചെയ്യണം, മെനക്കെട്ടിരുന്നിട്ട് ഡിസ്കവർ ചെയ്യാം, റിസർച്ച് ചെയ്യുക, കാര്യങ്ങളൊക്കെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യാം. അപ്പൊ ആകുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും, ഓക്കെ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത്. ഓക്കെ, പിന്നെ ഒരിക്കലും നിങ്ങൾ ഡു വാട്ട് യു ലവ് എന്ന് പറയുന്ന ആ ഒരു വേർഡിൽ ഒരിക്കലും ട്രാപ്പ് ആയി പോകരുത്. അതായത് ഡു വാട്ട് യു ലവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു ലൈൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ എനിക്ക് ബയോളജി സബ്ജക്റ്റ് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ബയോളജി മാത്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഈ ഒരു 10th ആയാലും +1 +2 ആയാലും. പക്ഷെങ്കിൽ ബയോളജി സബ്ജക്ട് ഇഷ്ടമായത് കൊണ്ടാണ് ഞാൻ ബയോകെമിസ്ട്രി എന്ന് പറയുന്ന സബ്ജക്റ്റിലോട്ട് സ്വിച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ബയോകെമിസ്ട്രിയിലോട്ട് ഞാൻ സ്വിച്ച് ചെയ്തതിന് ശേഷം സബ്ജക്ട് എനിക്ക് ഇഷ്ടമാണ്, പക്ഷേങ്കിൽ ജോബിലോട്ട് മാറിയപ്പോൾ എനിക്ക് മനസ്സിലായതുണ്ടാ ഇതെനിക്ക് പറ്റുന്നില്ല. അതായത് റിപ്പോർട്ട് അനലൈസ് ചെയ്യുക, ലാബിൽ തന്നെ ആ ഒരു 4 വോളിൽ നിൽക്കുക. അപ്പൊ അത് എനിക്ക് അത്ര താല്പര്യമുള്ള ഒരു കാര്യമല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇതിലേക്ക് സ്വിച്ച് ചെയ്യാനുള്ള കാര്യം. അപ്പൊ നമ്മൾ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഒരിക്കലും കരിയർ ആയിട്ട് ഇതാക്കേണ്ടത്, ആ ഒരു ജോബ് നേച്ചറാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അതായത് ഇപ്പൊ എനിക്കൊരു ബയോളജി സബ്ജക്ട് ഇഷ്ടമായത് കൊണ്ട് ബയോകെമിസ്ട്രി സബ്ജക്ട് ഇഷ്ടമായത് കൊണ്ട് എനിക്ക് ആ ജോബ് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ നേച്ചർ ഓഫ് ദി ജോബാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ ചില ആൾക്കാർക്ക് മാർക്കറ്റിംഗ് MBA മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവാം, പക്ഷെ എങ്കിൽ ജോബ് ചെയ്യുന്നത് വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അപ്പോൾ മാർക്കറ്റിംഗ് ഇഷ്ടമായിരിക്കും, സബ്ജക്ട് ഇഷ്ടമായിരിക്കും, പക്ഷെ എങ്കിൽ ജോബിലോട്ട് വരുമ്പോൾ അത് അത്ര താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ അതിനനുസരിച്ചിട്ട് വേണം, നേച്ചർ ഓഫ് ദി ജോബ് നോക്കിയിട്ട് വേണം നമ്മൾ എപ്പോഴും കോഴ്സ് ആയാലും എന്താണെങ്കിലും നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. സൈക്കോളജിയിൽ ഒരു വേർഡ് ഉണ്ട്, ഫ്ലോ എന്ന് പറയട്ടെ. അപ്പൊ ഫ്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഈസി ആയിട്ട് അത്ര ബേർഡൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്ത് കുറച്ച് സ്കില്ല് കാര്യങ്ങളൊക്കെ ഉള്ളത് നമുക്ക് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രൊഫഷനെ വേണം നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യാൻ. ഓക്കെ, അതായത് ഇപ്പൊ എനിക്കിപ്പോ ബയോളജി ആണെങ്കിലും മാത്സ് ആണെങ്കിലും കുത്തിയിരുന്ന് പഠിക്കണം എന്നാലേ അത്യാവശ്യം, പക്ഷെ സബ്ജക്ട് ഇഷ്ടമാണ്, പക്ഷെ മെനക്കെട്ടിരുന്ന് പഠിക്കണം. ഇപ്പൊ ബയോളജി ആണെങ്കിൽ ഇരുന്ന് സബ്ജക്ട് ഇഷ്ടം, പക്ഷെ ഞാൻ മെനക്കെട്ടിരുന്നു ആ ഒരു ഈസി ഫ്ലോനെസ് ഇല്ല. ഓക്കെ, അപ്പൊ എപ്പോഴും നോക്കണം ഈസി, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ബേർഡൻ ആയിട്ട് ഓവർവെൽഡ് ആയിട്ട് തന്നെ നമ്മൾ ഡ്രെയിൻ ഔട്ട് ആവും. കാരണം ലൈഫ് ലോങ് വേണ്ട ഒരു സംഭവമാണ് കരിയർ എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴും ഈസി ആയിട്ടുള്ളതും അതിന് കൂടെ തന്നെ സ്കിൽഡ് ആയിട്ടുള്ളതും, അതായത് സ്കിൽഡ് ആകുമ്പോൾ എന്തായാലും ഈസി ആയിട്ട് കാര്യങ്ങളൊക്കെ പോകും, അങ്ങനത്തെ ഉള്ള ജോബ് വേണം നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത് നെക്സ്റ്റ് സ്ലൈഡ് എടുക്കാൻ പറ്റുന്നില്ല. ഹലോ, ഓഡിബിൾ അല്ലേ? അതെ അതെ ആ, ഓക്കെ ഓക്കെ. നെക്സ്റ്റ് തിങ് ഇസ് റിസർച്ച്. ഞാൻ പറഞ്ഞല്ലോ റിസർച്ച് എങ്ങനെയാണ് റിസർച്ച് ചെയ്യേണ്ടതിനെ കുറിച്ചിട്ടാണ് ഞാൻ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഓക്കെ, റിസർച്ച് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ നേരത്തെ സെൽഫ് അസസ് ചെയ്ത് നമുക്ക് മനസ്സിലായി, ഓക്കെ ഒരു ലിസ്റ്റ് ഓഫ് നമ്മളെ ഇൻട്രസ്റ്റ്, വാല്യൂസ്, പാഷന്, എവിടെയാണ് നമുക്ക് വാലിഡേഷൻ കിട്ടിയത്, ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ലിസ്റ്റ് ഡൗൺ ചെയ്ത് നമ്മളെ സ്കിൽസ് കാര്യങ്ങളൊക്കെ, എന്നിട്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ എന്താക്കുക ഒരു 4 to 5 കരിയേഴ്സ് ലിസ്റ്റ് ഡൗൺ ചെയ്ത് എന്നിട്ട് ഈ 4 to 5 കരിയേഴ്സ് എന്താക്കണം നമ്മൾ നല്ലോണം റിസർച്ച് ചെയ്യണം. കുറച്ചൊരു നല്ല പാടുള്ള പണിയും, പക്ഷേ എങ്കിൽ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്സ് കാര്യങ്ങളൊക്കെ പറയാം. ഫസ്റ്റ് എന്താക്കാൻ ഈ 4 to അല്ലെങ്കിൽ 5 to 6 കരിയേഴ്സ് എന്താക്കാൻ ജോബ് ഡിസ്ക്രിപ്ഷന് നന്നായിട്ട് വായിക്കുക. ഓക്കെ, ഇപ്പോൾ ലിങ്ക്ഡിനെ പോലത്തെ നോക്രി, ഇൻഡീഡ് ഇവിടെ ഒക്കെ നിങ്ങൾ എന്താക്കണം, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ മാർക്കറ്റിംഗ് അങ്ങനെ റിലേറ്റഡ് ഒരു 5
to 6 ജോബ്സ് ഉണ്ടാക്കാനെ റിലീസ് ഡൗൺ ചെയ്തിട്ട് അതിനൊക്കെ ജോബ് ഡിസ്ക്രിപ്ഷൻ നന്നായിട്ട് വായിക്കുക എല്ലാ സൈറ്റിലും പോയിട്ട്. ഒരു ജോബ് തന്നെ ഓൾമോസ്റ്റ് ഒരു 30 to 40 അല്ലെങ്കിൽ 40 to 45 വരെ ഒരു ജോബ് തന്നെ നിങ്ങൾ നന്നായി വായിക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, ഇതിന്റെ കാര്യങ്ങളൊക്കെ എന്താണ്, എന്തൊക്കെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യണം എന്നിവ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ഐഡിയ കിട്ടും. എല്ലാതും നോട്ട് ഡൗൺ ചെയ്യാം. ഓക്കെ, ഓരോ കമ്പനിക്ക് ഓരോ കാര്യങ്ങളായിരിക്കും വേണം. അപ്പൊ അതിനനുസരിച്ചിട്ട് ജോബ് ഡിസ്ക്രിപ്ഷൻ വായിക്കുക, ലിസ്റ്റ് ഡൗൺ ചെയ്യാം. ഓക്കെ, സെക്കൻഡ് വൺ ഇസ് നെറ്റ്വർക്കിംഗ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഈ പറയുന്ന ലിങ്ക്ഡിൻ കമ്മ്യൂണിറ്റി ആണെങ്കിലും ഇറ്റ്സ് എ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോം. അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ നെറ്റ്വർക്ക് ചെയ്യുക. അതായത് നമ്മളിപ്പോൾ ഈ ലിസ്റ്റ് ഡൗൺ ചെയ്ത 4 to 5 ഏരിയസിൽ ഉള്ള ആൾക്കാർ, ജോബ് ചെയ്യുന്ന ആൾക്കാരോട് ഒന്ന് ചോദിക്കാം, ഈ ജോബ് എങ്ങനെയാണ്, ജോബ് നേച്ചർ എങ്ങനെയാണ്, എങ്ങനെയാണ് വർക്കൊക്കെ എങ്ങനെയാണ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്, പിന്നെ ട്രെൻഡ്സ് എങ്ങനെയാണ്, ഇനി വരും കാലത്ത് എന്തൊക്കെയാണെന്നുള്ളത് അപ്ഡേഷന് എന്നിവ കാര്യങ്ങളൊക്കെ നമ്മൾ നെറ്റ്വർക്കിങ്ങിലൂടെ മനസ്സിലാക്കണം. ഓക്കെ, അടുത്ത സ്റ്റെപ്പാണ് എഡ്യൂക്കേഷണൽ റിസോഴ്സസ് കളക്ട് ചെയ്യാം. അതായത് ഞാൻ പെയ്ഡ് ചെയ്യണമെന്ന് പറയുന്നില്ല, ഇതായിട്ടുള്ള. അപ്പൊ അതായത് ഇപ്പോൾ ലിസ്റ്റ് ഡൗൺ ചെയ്ത ഒരു 5 to 6 കരിയേഴ്സിൽ നിന്ന് ഫ്രീ കോഴ്സസ് എടുക്കുക. ഇപ്പൊ യുഡെമി, കോഴ്സെറ, പിന്നെ അങ്ങനത്തെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ലേണിംഗ് പ്ലാറ്റ്ഫോം. അവിടെ നിന്നൊക്കെ എഡ്യൂക്കേഷണൽ റിസോഴ്സസ് ഒരു കോഴ്സസ് ഒക്കെ ഒരു 2 hours ഒക്കെ ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ ഗെയിൻ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ക്ലിയർ കട്ട് ആയിട്ട്, പിന്നെ അവർ കുറച്ച് അസൈൻമെന്റ്സ് തരുമോ, കുറച്ച് ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ അതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, എനിക്ക് ഇതിൽ ഏതാണെന്നുള്ളത് നമുക്ക് അപ്പം തന്നെ ഒരു കുറച്ച് ക്ലിയർ കട്ട് ഐഡിയ കിട്ടും. ഈ ഒരു എഡ്യൂക്കേഷൻ റിസോഴ്സസ് ഒക്കെ കണ്ട് ഫ്രീ ആയിട്ട് ചെയ്യുന്നത്, ഫ്രീ ആയിട്ട് ഒരുപാട് റിസോഴ്സ് ബേസിക് കാര്യങ്ങൾ പഠിക്കാം. എന്നിട്ട് അതിൽ പോവാം. എന്നിട്ട് അതിന് ശേഷം എന്താക്കാം, സ്കിൽസ് ഡെവലപ്പ് ചെയ്യാം. അതായത് ഇപ്പൊ പറയുന്ന പോലെ തന്നെ നമുക്ക് ഈ ഒരു ഫ്രീ റിസോഴ്സസിൽ നിന്ന് തന്നെ ഫ്രീ വീഡിയോസ്, ട്യൂട്ടോറിയലിൽ നിന്ന് തന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ടാവും. അപ്പൊ അതിൽ നിന്ന് തന്നെ നമ്മൾ എന്താക്കുന്നത്, സ്കിൽസ് ഡെവലപ്പ് ചെയ്യാം. എന്തുകൊണ്ട് അതിന് വേണ്ട സ്കിൽസ് കാര്യങ്ങൾ, ടെക്നിക്കൽ സ്കിൽസ് ആണ് ടെക്നിക്കൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക, സോഫ്റ്റ് ആണെങ്കിൽ സോഫ്റ്റ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം. അടുത്തത് ഇന്റേൺഷിപ്പ് ചെയ്യാം. ഇന്റേൺഷിപ്പ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പെയ്ഡ് ആണെങ്കിലും അൺപെയ്ഡ് ആണെങ്കിലും കുഴപ്പമില്ല. അതായത് ഇപ്പൊ നിങ്ങളിപ്പോ ഒരു കോൺഫിഡന്റ് അല്ല, അതായത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കണമെന്നുള്ളതെങ്കിൽ ഗോ ഫോർ അൺപെയ്ഡ് ഇന്റേൺഷിപ്പ്. അത് ഒരു 6 months ഒന്നും നീളാൻ ഞാൻ പറയില്ല, ജസ്റ്റ് ഫോർ ഒരു 2 months ഒക്കെ അൺപെയ്ഡ് ഇന്റേൺഷിപ്പ് ചെയ്ത കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആയിട്ട് വോളണ്ടറി പ്രൊജക്ട് വർക്ക്സ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇപ്പൊ നിങ്ങളിപ്പോ പെയ്ഡ് കോഴ്സസ് കാര്യങ്ങളൊക്കെ ചെയ്ത് അത്യാവശ്യത്തിന് എക്സ്പീരിയൻസ് ഒക്കെ ഗെയിൻ ചെയ്തതിനെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പെയ്ഡ് ഇന്റേൺഷിപ്പിന് മാത്രം പോവാം. അൺപെയ്ഡിന് പോകേണ്ട ആവശ്യമില്ല. അൺപെയ്ഡ് പോകുന്ന വെച്ച് കഴിഞ്ഞാൽ അതൊരു യൂട്ടിലൈസേഷൻ ആണ്. നമുക്ക് അത്ര കോൺഫിഡന്റ് അല്ല, നമുക്ക് കുറച്ചും കൂടെ പഠിക്കാനുണ്ട്, കുറച്ചും കൂടെ കാര്യങ്ങൾ അറിയാനും ഉണ്ടെന്നുള്ള ഇതുണ്ടെങ്കിൽ മാത്രം അൺപെയ്ഡ് ഇന്റേൺഷിപ്പിൽ കൂടെ പോയാൽ മതി. ഓക്കെ, ഇതാണ് ചെയ്യേണ്ടത്, റിസർച്ച് ചെയ്യേണ്ടത് ഈ ഒരു കാര്യമാണ്. അപ്പൊ ഈ ഒരു റിസർച്ച് കാര്യങ്ങളൊക്കെ ചെയ്തതിൽ തന്നെ നമുക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഒരു 2 to 3 കരിയേഴ്സ് 2 to 3 കരിയേഴ്സ് നമ്മൾ ലിസ്റ്റ് ഡൗൺ ചെയ്യും. ഇപ്പൊ ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു 5 to 6 കരിയേഴ്സ് ആണ് വന്നത്. ഇതിൽ നിന്ന് ഒരു 2 to 3 കരിയേഴ്സ് വെട്ടിക്കുറച്ച് വരും നമ്മൾ ഇൻട്രസ്റ്റഡ് ഏരിയ നോക്കി. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നോക്കേണ്ടത് നമ്മള് ലിസ്റ്റ് ഡൗൺ ചെയ്ത് ഒരു 5 to 6 കരിയേഴ്സിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ വായിക്കുക. അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് നല്ല നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക, പിന്നെ ഫ്രീ റിസോഴ്സസ് കാര്യങ്ങളൊക്കെ പഠിക്കുക, സ്കിൽ ഡെവലപ്പ് ചെയ്യുക. അതിനുശേഷം ഇന്റേൺഷിപ്പോ പ്രൊജക്ട് വർക്ക്സോ വോളണ്ടറി എന്നിവ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് ഇതിന് ശേഷം ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഒരു 1 to 2 കരിയേഴ്സ് അല്ലെങ്കിൽ 1 to 2 കരിയേഴ്സ് അല്ലെങ്കിൽ 2 to 3 കരിയേഴ്സ് ലിസ്റ്റ് ഡൗൺ ചെയ്താൽ തന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗോൾ സെറ്റ് ചെയ്യാം. ഓക്കെ, ഗോൾ സെറ്റ് ചെയ്യാന്നുള്ള ഉദ്ദേശിക്കുന്നത് ഷോർട്ട് ടേം ഗോളുണ്ട്, ലോങ് ടേം ഗോളുണ്ട്. ഓക്കെ, അപ്പോൾ എപ്പോഴും നമ്മൾ ഇതാക്കുമ്പോൾ ഒരു കരിയർ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളെ നാട്ടിൽ കൂടുതലായിട്ട് കാണുന്ന വെച്ചാൽ റാൻഡമായിട്ട് ഒരു കിട്ടിയ പണിക്ക് പോവാ, എന്നിട്ട് അതിനുശേഷം ഒരു ഗോൾ ഒന്നുമില്ല, ജസ്റ്റ് അങ്ങ് പോകുന്ന പോലെ പോകുന്ന രീതിയിൽ. ഒരിക്കലും അങ്ങനെ പോകരുത്. നമ്മളൊരു പെർട്ടിക്കുലർ ഗോൾ സെറ്റ് ചെയ്യണം. ഓക്കെ, എനിക്ക് ഈ ഒരു 2 വർഷം കരിയറിൽ നമ്മൾ സാലറി വരെ എക്സ്പെക്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. ഈ ഒരു സാലറിയിൽ വർക്ക് ചെയ്യുന്ന ഈ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ വർക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ഇയർ കഴിഞ്ഞാൽ ഞാൻ എന്തായാലും സ്വിച്ച് ചെയ്യും, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു പ്രൊമോഷന് കാര്യങ്ങൾ എന്തായാലും വേണം, എനിക്ക് ഈ ഒരു പേഴ്സണൽ ബ്രാൻഡിങ്ങിലൂടെ എന്നിവ ഈ കാര്യങ്ങളൊക്കെ വേണം. അങ്ങനെ ഒരു ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ഗോൾ എന്തായാലും ഇതാക്കി വെക്കണം, സെറ്റ് ചെയ്ത് വെക്കണം. രണ്ടാമത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാർഗറ്റ് കമ്പനീസ്. നമ്മൾ ഒരു കമ്പനീസ് ഉണ്ട്, ഒരുപാട് കമ്പനീസ് ഉണ്ട്. ഏർലി സ്റ്റേജ് സ്റ്റാർട്ടപ്സ് ഉണ്ട്, MNCs ഉണ്ട്, പിന്നെ മൈക്രോ ഉണ്ട്, മാക്രോ ഉണ്ട്, നോൺ ഉണ്ട്, നാനോ ഉണ്ട്, മീഡിയം സൈസ്ഡ് കമ്പനീസ്, അങ്ങനെ ഒരുപാട് കമ്പനീസ് ഉണ്ട്. ഈ കമ്പനീസ് എല്ലാം നമുക്ക് ഏത് കമ്പനീസിലാണ് പോകേണ്ടതെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് മുന്നോട്ട് പോവാം.
അതായത് നമ്മൾ കമ്പനിയെ കുറിച്ച് റിസർച്ച് ചെയ്യണം. ആ ഫൗണ്ടേഴ്സ് എങ്ങനെയാണ്, അടുത്ത കൾച്ചർ. കാരണം ഇപ്പോൾ എല്ലാവരും കമ്പനി ഫൗണ്ടേഴ്സിൽ കൂടുതലായിട്ട് പേഴ്സണൽ ബ്രാൻഡിങ് ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതാണ് കമ്പനിയിൽ പോകേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമുക്കൊരു ക്ലിയർ കട്ട് ഐഡിയ കിട്ടും പോകേണ്ടതെന്ന്. അപ്പൊ ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യാം കരിയർ. അപ്പൊ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവരും നോക്കുക ഏർലി സ്റ്റേജ് സ്റ്റാർട്ടപ്പിൽ പോകാനായിരിക്കും. ഏർലി സ്റ്റേജ് സ്റ്റാർട്ടപ്പിൽ പോകുമ്പോൾ അവിടുന്ന് ഏർലി സ്റ്റേജ് സ്റ്റാർട്ടപ്പ് നമുക്ക് എല്ലാ കാര്യങ്ങളും കുറിച്ചിട്ട് പഠിക്കാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെങ്കിൽ ഏകദേശം എല്ലാ നീഷിനെ കുറിച്ചിട്ട് നമുക്കൊരു ഐഡിയ കിട്ടും. എന്നിട്ട് നിങ്ങൾ ഇപ്പോൾ പ്ലാൻ ചെയ്യാം. ഓക്കെ, 2 years കഴിഞ്ഞിട്ട് കുറച്ചും കൂടി നല്ല അടിപൊളി കുറച്ചും വലിയൊരു എസ്റ്റാബ്ലിഷ്ഡ് ആയ കമ്പനീസിൽ പോകണം, ഇത്ര സാലറിയിൽ വേണം. അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ കമ്പനി പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഫ്രെയിം യുവർ ഗോൾസ്. നിങ്ങളുടെ ഗോൾസ് എന്തായാലും ഫ്രെയിം ചെയ്യണം. ഈ ഒരു ഇയേഴ്സിന്റെ ഉള്ളിൽ ഇത്ര കാര്യങ്ങൾ, എബ്രോഡ് പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഗോള് കാര്യങ്ങളൊക്കെ ഫ്രെയിം ചെയ്യാം. നെക്സ്റ്റ് വൺ ഇസ് വിഷൻ ബോർഡ്. വിഷൻ ബോർഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഒരു ഗോള് സെറ്റ് ചെയ്യുമ്പോൾ അതായത് ഒരു പേപ്പറിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ വാൾപേപ്പറിലോ കൊടുക്കണം. ഓക്കെ, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പേഴ്സണൽ ആണെങ്കിൽ പ്രൊഫഷണൽ ആണെങ്കിലും കുഴപ്പമില്ല. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു 2 year കഴിഞ്ഞിട്ട് എനിക്കൊരു കാറ് വാങ്ങിക്കണം, അല്ലെങ്കിൽ എനിക്കൊരു വിത്തിൻ 1 year ഒരു കാറ് വാങ്ങിക്കണം. പിന്നെ അതിന്റെ ഉള്ളിൽ തന്നെ വിത്തിൻ 1 year അല്ലെങ്കിൽ 2 year ഉള്ളിൽ തന്നെ എനിക്ക് ഇത്ര സാലറി വേണം, ഇത്ര കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം. ഇങ്ങനത്തെ ഈ കാര്യങ്ങളൊക്കെ ഒരു വിഷൻ ബോർഡ് പോലെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളെ മൈൻഡിൽ അതിങ്ങനെ ഇൻഡൽജ് ആയിട്ട് അങ്ങനെ വന്നോളും. അത് ഇപ്പോ വാൾപേപ്പറിലാണെങ്കിൽ 4 ആള് കാണുമ്പോൾ പ്രശ്നമാണെങ്കിൽ നിങ്ങൾ റൂമിൽ ആരും കാണാത്ത സ്ഥലത്ത് വെക്കുകയാണെങ്കിലും കുഴപ്പമില്ല. ഒരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഒരു മസ്റ്റ് ആയിട്ടുള്ള കാര്യം, കാരണം ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിൽ അങ്ങ് വന്നു. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഞാൻ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഫസ്റ്റ് ആയിട്ട് സെൽഫ് അസസ് ചെയ്യുക. സെൽഫ് അസസ് ചെയ്തതിന് ശേഷം ഒരു 4 to 5 കമ്പനീസ് സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്തതിന് ശേഷം 2 year റിസർച്ച് ചെയ്തതിന് ശേഷം നമുക്ക് എന്താ പറയാ നന്നായിട്ട് അതായത് JD വായിക്കുക, നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക. ഈ ഇന്റേൺഷിപ്പ് വോളണ്ടറി കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ 1 to 2 കരിയേഴ്സ് സെറ്റ് ചെയ്യും. 1 to 2 കരിയേഴ്സിനെ സെറ്റ് ചെയ്തതിന് ശേഷം ഈ 2 കരിയേഴ്സ് എന്താക്കാണെങ്കിൽ ഗോൾ സെറ്റ് ചെയ്യണം, ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ഗോൾ. എന്നിട്ട് നിങ്ങൾ അനലൈസ് ചെയ്യണം ഏതിനാണ് പോകേണ്ടത്, ഏതാണ് കംഫർട്ടബിൾ, ഏതാണ് ലോങ് ടേം റണ്ണിൽ നമുക്ക് പാഷൻ ആയിട്ടുള്ളത്. അതിനനുസരിച്ചിട്ട് പോകാം. ഓക്കെ, ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലേ? ഹലോ ഹലോ യെസ്, വളരെ ക്ലിയർ ആണ്. ആ, നെക്സ്റ്റ് വൺ ഇസ് നെറ്റ്വർക്കിംഗ് ആൻഡ് ബിൽഡിംഗ് കണക്ഷൻസ്. അതായത് നമ്മളിപ്പോ ഗോള് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അതിനുശേഷം നമ്മൾ സെലക്ട് ചെയ്ത് ഏത് കരിയറിലാണ് പോകേണ്ടതെന്ന് ഫസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യും. ഓക്കെ, സെലക്ട് ചെയ്തതിന് ശേഷം ഇനി അടുത്തത് എന്താണ്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുന്നത് ഇപ്പൊ എന്റെ കാര്യം തന്നെ ഞാൻ നോക്കാം. അതായത് ഞാൻ ഒരു ഓൾമോസ്റ്റ് 4 വർഷത്തോളം ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം 2 വർഷത്തോളം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ ഒരു കരിയർ കോച്ചിങ്ങിലൂടെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ കണക്ഷൻസ് ബിൽഡ് ചെയ്യണം. നമ്മൾ ഇപ്പൊ ഇവിടെ ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ അബ്രോഡ് ആണെങ്കിലും ഒരു 70 to 75% ഹയറിംഗ് നടക്കുന്നത് ത്രൂ നെറ്റ്വർക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ജോബ് ഹണ്ടിങ്ങിന് എന്താ മാക്സിമം കണക്ഷൻ ബിൽഡ് ചെയ്യാം. അത് ത്രൂ ലിങ്ക്ഡിൻ ആണെങ്കിലും വേറെ ഏതെങ്കിലും ഒരു ഇവന്റിൽ പോയിട്ടാണെങ്കിലും കമ്മ്യൂണിറ്റിയിലൂടെ ആണെങ്കിലും മാക്സിമം ട്രൈ ടു ബിൽഡ് യുവർ കണക്ഷൻസ്. ഓക്കെ, അതായത് ഇപ്പൊ ഞാനിപ്പോ ലാബിൽ നിന്നിട്ട് കരിയർ കോച്ചിങ് സ്കിൽസ് ഡെവലപ്പ് ചെയ്ത് എല്ലാ കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ സെൽഫ് അസസ്മെന്റ് ആണ് നടത്തിയത്. പക്ഷെ എങ്കിൽ അത് എനിക്ക് അത്ര വർക്ക്ഔട്ട് ആയിട്ടില്ല. എനിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല ഇങ്ങനെയാണ് സെൽഫ് അസസ് ചെയ്യുന്ന കാര്യങ്ങൾ. എന്നിട്ട് ഞാൻ സൈക്കോമെട്രിക് ടെസ്റ്റ് ആണ് എടുത്തത്. ഓക്കെ, എന്നിട്ട് സൈക്കോമെട്രിക് ടെസ്റ്റ് എടുത്തതിന് ശേഷം എനിക്ക് ആ ഒരു കരിയർ കൗൺസിലർ ലിസ്റ്റ് ഡൗൺ ചെയ്തത് പിന്നെ ഇത് കരിയർ കൗൺസിലിംഗ് ഫസ്റ്റ് കൊടുത്തത്, കരിയർ കൗൺസിലിംഗ്, പിന്നെ സോഷ്യൽ വർക്ക്, പിന്നെ പബ്ലിക് റിലേഷൻസ്, അങ്ങനെ കുറച്ച് ഒരു 3-4 കരിയേഴ്സ് ആണ് ലിസ്റ്റ് ഡൗൺ ചെയ്തത്. എന്നിട്ട് അവര് ജസ്റ്റ് ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ട് പോയി ഇതൊക്കെയാണ് പാഷൻ എന്നുള്ളത്. എന്നിട്ട് അതാണ് ഞാൻ ഇതാക്കിയത് പാഷൻ. അതായത് പിന്നെ എനിക്ക് മനസ്സിലായി ഓക്കെ എനിക്ക് ഇതിലാണ് പോകണമെന്ന് വെച്ചിട്ട് കുറച്ച് റിസർച്ച് കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ നമ്മൾ എന്നിട്ട് ആ റിസർച്ച് കാര്യങ്ങൾ ചെയ്തതിന് കഴിഞ്ഞാൽ ജോബിലേക്ക് പോകണമല്ല. അപ്പോൾ എന്താണെന്നുള്ളൊരു വഴിന്ന് ഒരു മനസ്സിലാകാത്തൊരു ടൈമായിരുന്നു. അപ്പൊ അന്നേരമാണ് എനിക്ക് ഒരു ഭാഗ്യത്തിന് ഒരു 2 കണക്ഷൻ കിട്ടിയിട്ട് ആ കണക്ഷനിലൂടെ പിടിച്ച് പോകാൻ പറ്റിയത് ജോബ് ഹണ്ടിങ് എന്ന് പറയുന്ന ആ ഒരു സീരീസിലൂടെ. കാരണം ഒന്നും അറിയാത്തൊരു പ്രൊഫഷനാണ് ഈ പറയുന്ന ഒരു കരിയർ കോച്ചിങ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു കണക്ഷനിലൂടെ പിടിച്ച് കയറാൻ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ, അതിപ്പോ നിങ്ങളിപ്പോ കറന്റ്ലി വർക്ക് ചെയ്യുന്ന കമ്പനിയിലെ ഫ്രണ്ടിന്റെ കസിൻ ആരോ ഒക്കെ ആയിക്കോട്ടെ, ഇങ്ങനെയെങ്കിലും കണക്ഷൻ ബിൽഡ് ചെയ്യുക.
മുന്നോട്ട് പോവാം. അല്ലെങ്കിൽ ഇപ്പോൾ ലിങ്ക്ഡിൻ ഉണ്ട്, ലിങ്ക്ഡിൻ ത്രൂ നിങ്ങൾക്ക് കണക്ഷൻ ബിൽഡ് ചെയ്തിട്ട് മുന്നോട്ട് പോകാം. ഈ കാര്യങ്ങളൊക്കെ ചെയ്യും. കമ്മ്യൂണിറ്റീസ് ഉണ്ട് അതിലൂടെ. ഓക്കെ, അപ്പോൾ സോ ബിൽഡ് കണക്ഷൻസ്. ഓക്കെ, ആൻഡ് ദെൻ നെക്സ്റ്റ് ഇസ് ജോബ് ഹണ്ടിങ് തുടങ്ങി കണക്ഷൻ ബിൽഡ് ചെയ്ത്. കണക്ഷൻ ബിൽഡ് ചെയ്യുന്നത് കൂടെ തന്നെ നമ്മൾ റെസ്യൂമെ നല്ല അടിപൊളി റെസ്യൂമെ ബിൽഡ് ചെയ്യണം. നല്ലൊരു റെസ്യൂമേക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും പറയുന്നത് പോർട്ട്ഫോളിയോ ആണ് ഏറ്റവും അടിപൊളി എന്നാ. റെസ്യൂമിനെക്കാളും ഞാൻ കുറച്ചുകൂടി പ്രൊമോട്ട് ചെയ്യുന്നത്. പക്ഷേങ്കിൽ നമ്മള് ഇവിടെ കേരളത്തിലല്ല, കൂടുതലും ഔട്ട് ഓഫ് കേരള ആൻഡ് അബ്രോഡിലൊക്കെ കൂടുതലായിട്ടും റെസ്യൂമെ മസ്റ്റ് ആണ്. ATS ഫ്രണ്ട്ലി സോഫ്റ്റ്വെയർ, അതായത് ഒരു സോഫ്റ്റ്വെയർ ATS വരുന്ന സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണ് ഈ റെസ്യൂമേസ് ഒക്കെ ഫിൽട്ടർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റെസ്യൂമേക്ക് ജസ്റ്റ് ഫിൽട്രേഷന് വേണ്ടിയിട്ട് മാത്രം റെസ്യൂമെ യൂസ് ചെയ്യാം. എന്നിട്ട് അതിനുശേഷം നിങ്ങൾക്ക് ഇന്റർവ്യൂവിൽ പോകുമ്പോൾ ഷൈൻ ചെയ്യാൻ പോർട്ട്ഫോളിയോ എടുത്തോന്നേ ഞാൻ പറയാം. പോർട്ട്ഫോളിയോ ഒരു ഗാഡ്ജറ്റ് ഏതെങ്കിലും ഒരു ടാബോ വല്ല വെച്ചിട്ട് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു കൊടുക്കുന്ന വർക്ക്സ് കാര്യങ്ങളൊക്കെ. അതായത് കുറച്ചും കൂടി, അതായത് നമ്മൾ എപ്പോഴും ജോബ് മാർക്കറ്റിൽ നമ്മൾ യുണീക്ക് ആയിട്ട് നിൽക്കണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു പോർട്ട്ഫോളിയോ കീപ്പ് ചെയ്യാനും ശ്രദ്ധിക്കണം, ഈ ഇന്റേൺഷിപ്സ്, വോളണ്ടറിങ്, ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ റെസ്യൂമെ എന്തായാലും ബിൽഡ് ചെയ്യണം. കാരണം നമ്മൾ എന്തായാലും ഫിൽട്ടർ ചെയ്യണം ഈ ഒരു ജോബ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട്. ഓക്കെ, ഫസ്റ്റ് എന്നൊക്കെ നല്ല അടിപൊളി കവർ ലെറ്റർ ഫോം ചെയ്യണം. കവർ ലെറ്റർ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എൻ്റെ പേര് നൗറിന്, ഞാൻ ഒരു ലാബ് ടെക്നീഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യണം. എന്നിട്ട് ഞാൻ ജോബ് സ്വിച്ചിന് വേണ്ടിയിട്ട് നോക്കിയായിരുന്നു. അപ്പൊ ഞാൻ അവിടെ ആ ഒരു കവർ ലെറ്റർ കൂടുതലായിട്ട് കൊടുക്കുന്നത് ട്രാൻസ്ഫറബിൾ സ്കിൽസിനാണ് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ട്രാൻസ്ഫറബിൾ സ്കിൽസ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഞാനിപ്പോ ലാബ് ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്തതിൽ നിന്ന് എന്തൊക്കെ സ്കിൽസ് ആണോ ഡെവലപ്പ് ചെയ്തത്, ആ സ്കിൽസ് പുതിയ കരിയർ കോച്ചിങ്ങിൽ എങ്ങനെ മുന്നോട്ട് പോകും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എനിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടാവും, ഞാൻ ലാബ് ടെക്നീഷ്യനിൽ വർക്ക് ചെയ്യുമ്പോൾ പേഷ്യൻസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കാര്യങ്ങൾ, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, പിന്നെ ഒരുപാട് ടെസ്റ്റ് കാര്യങ്ങൾ, പ്രഷർ ഹാൻഡ്ലിങ് ഈ കാര്യങ്ങളൊക്കെ സോഫ്റ്റ് സ്കില്ല് വരുന്ന. ഈ സോഫ്റ്റ് സ്കിൽസ് ഒക്കെ എനിക്ക് ഈ ഒരു കരിയർ കോച്ചിങ് എന്ന് പറയുന്ന പ്രൊഫഷനിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ കവർ ലെറ്റർ ട്രാൻസ്ഫറബിൾ സ്കിൽസിൽ കൊടുക്കണം. ആൻഡ് അത്യാവശ്യം ഞാൻ വർക്ക് ആഡ് ചെയ്തിട്ടുണ്ട്, സം സർട്ടിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കവർ ലെറ്ററിൽ കൊടുക്കാൻ ശ്രദ്ധിക്കാം. ഇത് കുറച്ച് അട്രാക്റ്റീവ് ആയിട്ട് ഒരു പേഴ്സണലൈസ്ഡ് പോലെ കവർ ലെറ്റർ കൊടുക്കാൻ ഉദ്ദേശിക്കാം. ഓക്കെ, അതിന് കൂടെ തന്നെ അവരെന്തെങ്കിലുമൊക്കെ നല്ല അടിപൊളി വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്താൽ, കമ്പനി ചെയ്ത കാര്യങ്ങൾ, പുതിയ എന്തെങ്കിലും അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ കവർ ലെറ്റർ കൊടുക്കാൻ ഉദ്ദേശിക്കും. നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ട് പേഴ്സണലൈസ്ഡ് ടച്ച് കൊടുക്കാം ആ ഒരു കവർ ലെറ്ററിൽ. ഓക്കെ, കവർ ലെറ്റർ. ദെൻ നെക്സ്റ്റ് ഇസ് റെസ്യൂമെ. എനിക്കറിയാം റെസ്യൂമെ മുന്നത്തെ സെഷനിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പോയിട്ടുണ്ടെന്ന് അറിയാം, ഈ ATS റെസ്യൂമിനെ കുറിച്ചിട്ട്. ആപ്ലിക്കൻ ട്രാക്കിംഗ് സിസ്റ്റം, ATMs ഞാൻ ജസ്റ്റ് ഷോർട്ട് ബ്രീഫ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ATS റെസ്യൂമെ എന്ന് വെച്ച് കഴിഞ്ഞാല് കീവേഡ്സ്, അതായത് ജോബ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന കീവേഡ്സ് മാക്സിമം റെസ്യൂമേയിൽ ഇടാൻ ശ്രമിക്കാം. ഓക്കെ, എന്നിട്ട് ആ റെസ്യൂമേല് പ്ലേസ് ചെയ്തതിന് ശേഷം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. അതായത് ഓരോ റെസ്യൂമേസ് നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് തന്നെ ഈസിലി റെസ്യൂമെ ഓൾട്ടർ ചെയ്യാൻ പറ്റും, അതായത് ടൈലർ ചെയ്യാൻ പറ്റും. അതായത് ജോബ് ഡിസ്ക്രിപ്ഷൻ ഒക്കെ അതിനനുസരിച്ചിട്ട് നമ്മൾ കീവേഡ്സ് മാറ്റാം. പിന്നെ അതിന് ആ ഒരു ഫോമാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മൾ ടൈലർ ചെയ്തിട്ട് മുന്നോട്ട് പോകാം. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് ഇസ് ഒപ്റ്റിമൈസ് യുവർ ലിങ്ക്ഡിൻ പ്രൊഫൈല്. അതിന് മുന്നേ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ നിങ്ങള് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ എബ്രോഡ്, ഇപ്പൊ ദുബായ് അങ്ങനത്തെ പോലത്തെ സ്ഥലങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞില്ല ATS എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നത്. അഥവാ ഇപ്പൊ നിങ്ങൾക്ക് നെറ്റ്വർക്ക്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സ് എന്ന് പറയുന്ന കമ്പനിയിൽ ഞാൻ ആപ്ലിക്കേഷൻ, അതായത് റെസ്യൂമെ എനിക്ക് സെൻഡ് ചെയ്യണം, ഇന്റർവ്യൂ കോൾ വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എനിക്കിപ്പോൾ അവിടെ ആരും നെറ്റ്വർക്കിംഗ് ഇല്ല, ഞാൻ ആരുമായിട്ട് കണക്ഷൻ ബിൽഡ് ചെയ്തിട്ടില്ല, ഒരു അറ്റ്ലീസ്റ്റ് ഒരു 2 to 3 ആൾക്കാരായിട്ടൊന്ന് കണക്ഷൻ ബിൽഡ് ചെയ്തിട്ട് അതിന്റെ റെസ്യൂമെ അവിടെ എത്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ പറയും ATS റെസ്യൂമെ വെച്ചിട്ട് ഫിൽട്ടർ ചെയ്തിട്ട് പോയിക്കൊന്നേ ഞാൻ പറയും. പക്ഷേങ്കിൽ നമുക്കൊരു അത്യാവശ്യത്തിന് എൻ്റെ റെസ്യൂമെ അവിടെ എത്തിക്കാൻ, എൻ്റെ പോർട്ട്ഫോളിയോ, റെസ്യൂമെ അല്ല സോറി, എൻ്റെ പോർട്ട്ഫോളിയോ അവിടെ എത്തിക്കാൻ പറ്റും. HR അല്ലെങ്കിൽ റിക്രൂട്ടറിന് എൻ്റെ റെസ്യൂമെ എൻ്റെ പോർട്ട്ഫോളിയോ എത്തിക്കാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം വെച്ചാൽ അവർ ഡയറക്ട്ലി അവിടെ വർക്ക് ചെയ്യുന്ന ആള് HR കൊടുക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ പ്രിയോറിറ്റി ലിസ്റ്റിൽ വരും. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയാണെങ്കിൽ ഈ ഒരു റെസ്യൂമെ ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞത് നെറ്റ്വർക്കിംഗ്, ആ ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യുന്നത് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അഥവാ അത് ആയിട്ടില്ലെങ്കിൽ എനിക്കറിയാം എന്തായാലും ഇപ്പോൾ ഒരു ജോബ് അടിക്കുന്ന ടൈം ഒരു 10 കമ്പനിയിലൊക്കെ എന്തായാലും റെസ്യൂമെ ഒക്കെ അയച്ചിട്ട് ഇതിടാം.
അപ്പൊ അത്രയും കണക്ഷൻസ് കാര്യങ്ങളൊക്കെ ഒന്നും ബിൽഡ് ചെയ്യാൻ പറ്റില്ല എന്നറിയാം. അപ്പൊ അങ്ങനെയൊക്കെ വരുന്നതാണെങ്കിൽ ലേറ്റസ്റ്റ് ഫ്രണ്ട്ലി റെസ്യൂമേ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇന്റർവ്യൂ ടൈം ഈ ഒരു പോർട്ട്ഫോളിയോ കാര്യങ്ങളൊക്കെ കാണിച്ച് നമുക്കൊന്ന് ഷൈൻ ചെയ്യാം. ഓക്കെ. പിന്നെ തേർഡ് വൺ ഇസ് ഒപ്റ്റിമൈസ് യുവർ ലിങ്ക്ഡ്ഇൻ പ്രൊഫൈൽ. ലിങ്ക്ഡ്ഇൻ പ്രൊഫൈൽ നന്നായിട്ട് ഒപ്റ്റിമൈസ് ചെയ്യാം. അറിയാം, അതായത് നിങ്ങളെ ഇപ്പൊ ഒരു കരിയറിലുള്ളത് നിങ്ങൾ റീബ്രാൻഡ് ചെയ്യാം. അതായത് ഇപ്പൊ മാർക്കറ്റിങ്ങിലുള്ള ആള് HR പോയി, അല്ലെങ്കിൽ ഈ ഷെഫ് എന്ന് പറയുന്ന ഒരാൾ മാർക്കറ്റിങ്ങിലേക്ക് പോയാൽ, ശരിക്കും പറഞ്ഞാൽ എന്തായാലും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കരിയറിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ റീബ്രാൻഡ് ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾ ലിങ്ക്ഡ്ഇൻ പ്രൊഫൈൽ ടോട്ടലി മാറ്റേണ്ടി വരും, ഹെഡ്ലൈൻ മാറ്റേണ്ടി വരും എന്നൊക്കെ കാര്യങ്ങൾ. പക്ഷെ ഞാൻ ഈ ഒരു ഫുള്ളായിട്ട് മാറ്റണം എന്ന് പറയുന്നില്ല, പക്ഷെ വർക്ക് ഓൺ ദിസ് എക്സ് കമ്പനി എന്നൊക്കെ കൊടുക്കാം. പക്ഷെ എന്നാൽ പോലും നിങ്ങൾ ഫുള്ളായിട്ട് മാറ്റണം. ലിങ്ക്ഡ്ഇൻ ഒപ്റ്റിമൈസ് ചെയ്യണം. കവർ ലെറ്റർ അടിപൊളിയായിട്ട്, കവർ ലെറ്റർ അല്ല, കവർ പിക്കില്ല, അത് അടിപൊളിയായിട്ട് കൊടുക്കേണ്ടി വരും. പിന്നെ നിങ്ങൾ ബിൽഡ് ചെയ്യുന്ന കണക്ഷൻസ് ആണെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന, ആ ഒരു കരിയർ റിലേറ്റഡ് വർക്ക് ചെയ്യുന്ന ആളായിട്ട് കണക്ഷൻസ് ബിൽഡ് ചെയ്യണം. അങ്ങനെ ഒരുപാട് പണിയുണ്ട്. ലിങ്ക്ഡ്ഇൻ പ്രൊഫൈൽ നല്ലോണമായിട്ട് ഒപ്റ്റിമൈസ് ചെയ്യുക. അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ് കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ. അപ്പോൾ അടുത്ത സ്റ്റെപ്പാന്ന് പറയാം. കാരണം ലിങ്ക്ഡ്ഇൻ പ്രൊഫൈൽ എന്ന് പറയുന്നത് നമ്മളെ ഒരു സോഷ്യൽ മീഡിയ റെസ്യൂമെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മാക്സിമം അടിപൊളിയായിട്ട് ലിങ്ക്ഡ്ഇൻ പ്രൊഫൈൽ ബിൽഡ് ചെയ്യാം. ഓക്കെ. പിന്നെ നെക്സ്റ്റ് വൺ ഇസ് ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ട് ട്രാൻസ്ഫറബിൾ സ്കിൽസ്. കരിയർ സ്വിച്ചിങ്ങിന് ട്രാൻസ്ഫറബിൾ സ്കിൽസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ലാബില് ഇതിലോട്ട് കരിയർ കോച്ചിങ്ങിലോട്ട് കയറുമ്പോൾ എന്റെ പഴയ ജോബിൽ മാത്രമല്ല, ഞാനിപ്പോ കോളേജിൽ തന്നെ കുറച്ച് ഡെവലപ്പ് ചെയ്ത സ്കില്ലുണ്ട്. പബ്ലിക് സ്പീക്കിംഗ് അത്യാവശ്യത്തിനുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ കുറച്ച് ഡെവലപ്പ് ചെയ്ത് കുറച്ച് സ്കിൽസ് ഉണ്ട്. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷൻസ്, പിന്നെ റിസർച്ചിങ്, അതായത് ഇപ്പൊ എനിക്ക് എന്തെങ്കിലും റിപ്പോർട്ട് വന്നതിനായിരുന്നു റിസർച്ച്, ആ റിസർച്ചിങ് സ്കിൽ, ഇതൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്താൽ ഇതൊക്കെ നമുക്ക് എന്താക്കാം, ഹൈലൈറ്റ് ചെയ്യാം ട്രാൻസ്ഫറബിൾ സ്കിൽസിന്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊക്കെ. പ്ലസ് അതിന് കൂടെ തന്നെ നമ്മൾ എക്സ്ട്രാ സ്കിൽസും കൂടി ഡെവലപ്പ് ചെയ്യണം. ടെക്നിക്കൽ സ്കിൽസും എന്തായാലും ഡെവലപ്പ് ചെയ്യണം. ഞാൻ പറയണോ, മുന്നേ കോഴ്സസും സർട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാം, ടെക്നിക്കൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഞാൻ കോഴ്സസോ സർട്ടിഫിക്കേഷൻസ് എടുക്കുമ്പോൾ ഫസ്റ്റ് ഗോ ത്രൂ അൺപെയ്ഡ് കോഴ്സസ്. ഓക്കെ. അൺപെയ്ഡ് കോഴ്സസ് മാത്രം ഫസ്റ്റ് ചെയ്യാം, ഒരു 2 hours അല്ലെങ്കിൽ 2 hours, അല്ലെങ്കിൽ ഇപ്പൊ 20 hours ഒക്കെ കോഴ്സസ് ഒക്കെ കാണാം. അപ്പൊ അതുണ്ടാക്കാൻ ഒരു 10 ദിവസം എടുത്തോട്ട്, എന്നിട്ട് ദിവസം ഒരു 2 മണിക്കൂറൊക്കെ വെച്ചിട്ട് കണ്ടോ. അങ്ങനെ ടൈം ബ്രേക്ക് ചെയ്ത് ഒരു ഹാബിറ്റ് ആയിട്ട് ഫോം ചെയ്തിട്ട് വേണമെങ്കിൽ ആ കോഴ്സസ് ഒക്കെ ഫിനിഷ് ചെയ്യാം. ഓക്കെ. അൺപെയ്ഡ് കോഴ്സസ് ചെയ്യാം. അൺപെയ്ഡ് കോഴ്സസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് തോന്നിയാൽ ഓക്കെ, നമുക്ക് പെയ്ഡ് കോഴ്സസിൽ പോകണമെങ്കിൽ കുറച്ചും കൂടി ഇതാവണോ, ഒരു കോൺഫിഡന്റ് ആണെന്ന് പോയെങ്കിൽ മാത്രം നിങ്ങൾ പെയ്ഡ് കോഴ്സസിൽ പോവാം, എന്നിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ. പിന്നെ നെക്സ്റ്റ് ഇപ്പൊ ഈ പറയുന്ന പോലെ തന്നെ കോഴ്സസ് ചെയ്യുക, സർട്ടിഫിക്കേഷൻ ചെയ്യുക, ഇന്റേൺഷിപ്പ്, കോൺഫറൻസ് ഇവന്റ്സ് കാര്യങ്ങളൊക്കെ നിങ്ങളെ റെസ്യൂമേയിൽ ഉൾപ്പെടുത്താം. ഓക്കെ. പിന്നെ ഈ കോൾഡ് ഇമെയിൽ അയക്കലുണ്ട് റിക്രൂട്ടേഴ്സിന്, ഒരു പേഴ്സണലൈസ്ഡ്, അതായത് അത്യാവശ്യത്തിന് നല്ലോണം ആ ഒരു റിക്രൂട്ടേഴ്സിനെ അനലൈസ് ചെയ്യും, കമ്പനീനെ കുറിച്ചിട്ട് അനലൈസ് ചെയ്യും. അതായത് ജോബ് ഷാഡോയിങ് പോലെ തന്നെ അനലൈസ് ചെയ്യുക, എന്നിട്ട് കോൾഡ് ഇമെയിൽ സെൻഡ് ചെയ്യുക. അത് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആണ്. ഇപ്പൊ ഈ കോൾഡ് ഇമെയിൽ എന്നൊക്കെ നമ്മൾ കൂടുതലായിട്ട് കേൾക്കുന്നത് ഈ ഫ്രീലാൻസേഴ്സ് ഒക്കെ പിച്ചിങ്ങിനൊക്കെ ആയിട്ട് കൂടുതൽ നമ്മൾ കേൾക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇത് തന്നെ നമ്മൾ ജോബിന് യൂസ് ചെയ്യാം, കോൾഡ് ഇമെയിലിങ്. നമ്മളൊക്കെ റിക്രൂട്ടേഴ്സിനെ അല്ലെങ്കിൽ HR-നൊക്കെ കണക്ട് ചെയ്യുക, കോൾഡ് ഇമെയിൽ അയക്കുക. അപ്പൊ കുറച്ചും കൂടെ അവര് മൈൻഡിലൊക്കെ ആ ടൈം നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈഫിൽ ഏതെങ്കിലും ഒക്കെ പോയിന്റിൽ അവർക്ക് തോന്നും, ഓക്കെ ഇവരെ ഇതായിട്ട് ഒരു പേഴ്സണലൈസ് കണക്ഷൻ എങ്കിലും ഒന്ന് ബിൽഡ് ചെയ്യാം, ഒരു കണക്ഷനെങ്കിൽ ബിൽഡ് ചെയ്തിട്ട് വെക്കാം, അതെങ്കിലും ഇതാക്കാം. പിന്നെ വേറൊരു പോയിന്റ് പറയാനുള്ളത്, നമ്മൾ നെറ്റ്വർക്കിങ്ങില് ഒരിക്കലും അങ്ങോട്ട് ഒരുപാട് കാര്യങ്ങൾ റിസീവ് ചെയ്യുക, അതായത് നമുക്ക് റെഫറൽ കിട്ടാം, മറ്റേത് കിട്ടാം, അങ്ങനെ എപ്പോഴും റിസീവിങ് മൈൻഡ് സെറ്റ് എപ്പോഴും മാറ്റിക്കണം. എപ്പോഴും ഗിവിങ് മൈൻഡ് സെറ്റ് ആയിരിക്കണം. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഒരു ഇവന്റോ അല്ലെങ്കിൽ ആരുമായിട്ട് കണക്ഷൻ ബിൽഡ് ചെയ്യുമ്പോൾ ഓക്കെ, എനിക്ക് ഇവരുടെ അടുത്ത് നിന്ന് ഇന്ന സാധനം വേണം, ഇന്ന റെഫറൽ വേണം, ഇന്ന ആ ഒരു HR അടുത്ത് ഈ ഒരു സംഭവം എത്തിക്കണം, ആ ഒരു മൈൻഡ് സെറ്റിൽ മാത്രം പോലെ എപ്പോഴും ഗിവിങ് മൈൻഡ് സെറ്റിലായിരിക്കണം എപ്പോഴും നെറ്റ്വർക്കിംഗ് ബിൽഡ് ചെയ്യേണ്ടത്. മാക്സിമം ട്രൈ ടു ഗിവ് ദം എന്തെങ്കിലും, അത് ഗിവ് ചെയ്യുന്നത് ചിലപ്പോൾ ഓരോ പോയിന്റ്സ് ആയിരിക്കാം, ടിപ്സ് ആയിരിക്കാം, ആ ഒരു ഫ്രണ്ട്ലി ടോക്ക് ആയിരിക്കാം, അതെല്ലാം ആയിരിക്കാം. അപ്പൊ ആ ഒരു മാക്സിമം ഗിവ് ചെയ്യുക. റിസീവിങ്ങിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് ചിന്തിക്കണ്ട, എപ്പോഴും ഗിവിങ്ങിനെ കുറിച്ചിട്ട് ചിന്തിക്കുക, അവരെങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, ആ ഒരു മൈൻഡ് സെറ്റിൽ വേണം എപ്പോഴും നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ. ഓക്കെ. പിന്നെ നമ്മൾ പോയിന്റ്സ് നോട്ട് അറിയാം, ഈ ഒരു ജേർണി എന്ന് പറയുന്നത്
ഭയങ്കര എനർജി ട്രെയിനിങ് ആണ്. അതായത് കൺസിസ്റ്റന്റ് ആയിരിക്കണം, ബി പേഷ്യന്റ് ആയിരിക്കണം. അതായത് ഡെയിലി ഇപ്പോൾ ജോബിന് കൂടെ തന്നെ നമ്മളിപ്പോൾ ജോബ് സ്വിച്ച് ചെയ്യുന്ന ആ ഒരു ടൈം ഒരു 6 മാസമൊക്കെ മുമ്പായിരിക്കും നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുക. അല്ലെങ്കിൽ 3 മാസം മുമ്പായിരിക്കും ഓക്കെ എന്തായാലും സ്വിച്ച് ചെയ്യണം, കാര്യമായിട്ട് ജോബ് ഹണ്ട് ചെയ്യണം. ഭയങ്കര എനർജി ട്രെയിനിങ് ആയിരുന്നു. പക്ഷേ എങ്കിൽ ബി പേഷ്യൻ ആൻഡ് ബി കൺസിസ്റ്റന്റ്. നിങ്ങൾ എന്താക്കണം, ഡെയിലി ഒരു 1.5 ഒരു ഹാബിറ്റ് ആയിട്ട് ഫോം ചെയ്യാം. ഓക്കെ, ഒരു എന്താ പറയാ, ഒരു ഞാൻ ഡെയിലി ഒക്കെ ഒരു 1.5 hours ഇതിനു വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യും എന്നുള്ള രീതിയിൽ ഒരു മുന്നോട്ട് അങ്ങനെ പോവാം. ഓക്കെ, കൺസിസ്റ്റന്റ് ആയിരിക്കണം ആൻഡ് ബി പേഷ്യന്റ്. ഓക്കെ, പിന്നെ പ്ലാൻ യുവർ ഫൈനാൻസ്. നിങ്ങൾ ഒരു കരിയർ സ്വിച്ചിങ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ നിങ്ങൾക്ക് അറിയാം, ഇതൊരു ആസ് എ ഫ്രഷർ എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ എന്നാലും ഇനീഷ്യൽ കിക്ക് ആയിരിക്കും നിങ്ങൾക്ക് ആ ഒരു ജേണിയിൽ കിട്ടാൻ പോകുന്നത്. ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഒരു 5 വർഷത്തോളം ഒരു ഫേമിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് പ്രൊമോഷനുള്ള ടൈമിലായിരിക്കാം. അപ്പോൾ അത്യാവശ്യം പേയ്മെന്റ് കുറച്ച് അടിപൊളി പേയ്മെന്റ് ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ എങ്കിൽ നമ്മളിപ്പോൾ കരിയർ സ്വിച്ച് ചെയ്യുന്ന ടൈം ആണെങ്കിൽ പേയ്മെന്റ് കുറച്ച് ലെസ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഫൈനാൻസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഫാമിലി നമ്മൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടല്ലേ ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഫൈനാൻസ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി എത്ര അടിപൊളി പണിക്ക് കയറിയാലും എത്ര പാഷനേറ്റ് പ്രൊജക്റ്റ് ആണെങ്കിലും നമ്മൾ ഭയങ്കര ഡ്രെയിൻ ആവും, മതിയാവും. കാരണം മണി മാറ്റേഴ്സ് അതന്നെ. പിന്നെ കൺസിഡർ ലാറ്ററൽ മൂവ്. അതായത് നിങ്ങളിപ്പോൾ കറന്റ്ലി ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയില് ഇപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ മാർക്കറ്റിംഗ് ഫീൽഡ് ആണെങ്കിൽ HR സ്വിച്ച് ചെയ്യണമെങ്കിൽ ആ സെയിം കമ്പനിയിൽ തന്നെ സ്വിച്ച് ചെയ്യാൻ പറ്റുമെന്ന് ഫസ്റ്റ് ശ്രമിക്കാം. കാരണം ഓൾറെഡി നിങ്ങൾ ആ കമ്പനിയിൽ ഉള്ളത് കൊണ്ട് തന്നെ പ്രിയോറിറ്റി ലിസ്റ്റിൽ എന്തായാലും വരും. അതുകൊണ്ട് തന്നെ ആ ഒരു ലാറ്ററൽ മൂവ് എന്തായാലും നിങ്ങൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ഇസ് മാനേജ് എക്സ്പെക്ടേഷൻ. നിങ്ങൾ റിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ മാത്രം കൊടുക്കുക. അതായത് ഈ ഒരു ജോബിൽ കയറി വിത്തിൻ 2 months ഉള്ളിൽ ഇന്നതാവും, ഇന്ന പ്രൊമോഷൻ കിട്ടും, ഇന്നതാവും, അങ്ങനെ ആ ഒരു മൈൻഡ് സെറ്റ് അല്ലാതെ റിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ മാത്രം കൊടുക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന സാലറി വരെ ഓക്കെ ഈ ഒരു സാലറിയാണ് ഈ ഒരു 6 months അല്ലെങ്കിൽ 1 year 2 year കഴിഞ്ഞിട്ടായിരിക്കും എനിക്ക് പ്രൊമോഷൻ ആയാലും ഇൻക്രിമെന്റ് ആയാലും ആ ഒരു റിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ വെച്ചിട്ട് മാത്രം മുന്നോട്ട് പോകാം. ആൻഡ് നെക്സ്റ്റ് സീക്ക് ഗൈഡൻസ്. നിങ്ങൾക്ക് ഒരു മെന്റോറിന് എങ്ങനെയെങ്കിലും ലൈക്ക് ആ ഒരു ഫീൽഡിലുള്ള മെന്റേഴ്സിനെ കണക്ട് ചെയ്യാം. അത് കരിയർ കൗൺസിലർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന മെന്റേഴ്സുമായിട്ട് കണക്ട് ചെയ്യുക. എന്നിട്ട് അവരുടെ മാക്സിമം ഗൈഡൻസ് എടുക്കുക, എന്നിട്ട് മുന്നോട്ട് പോകാം. അപ്പൊ നെക്സ്റ്റ് കരിയർ ട്രാൻസിഷൻ ഈസ് ഈക്വൽ ടു റീബ്രാൻഡ് യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളെ തന്നെ റീബ്രാൻഡ് ചെയ്യാന്ന് ഈ കരിയർ ട്രാൻസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഒരു പുതിയ ഒരു മാറ്റാണ്, നിങ്ങളെ തന്നെ റീബ്രാൻഡ് ചെയ്യുന്നത്. അതാണ്. പിന്നെ വേറെ ഒരു കാര്യം പറയാണ്, നമ്മളിപ്പോ പറഞ്ഞല്ലോ പാഷൻ പ്രൊജക്ട്, നല്ല അടിപൊളി നമ്മൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു അത്യാവശ്യത്തിന് വരക്കാൻ അറിയുള്ള ഒരാളാണെങ്കിൽ ഇപ്പോ വരക്കാൻ എനിക്ക് ഇതിനൊക്കെ ചിലപ്പോൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാലൊക്കെ ഇങ്ങനെ ചിലപ്പോൾ ഇതിലൂടെ കാലിഗ്രഫിയിലൊന്നും ചിലപ്പോൾ അത്യാവശ്യം നല്ല ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താക്കണം, നിങ്ങൾ ആ സ്കില്ല് വെച്ചിട്ട് വേറെ കോഴ്സസ് എടുക്കാൻ നോക്കാം, അല്ലെങ്കിൽ വേറെ കരിയറിലോട്ട് പോകാൻ നോക്കാം. അതായത് കാലിഗ്രഫിയിലൂടെ ചിലപ്പോൾ നല്ല ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ ഒരു സ്കിൽ സെറ്റ് വെച്ചിട്ട് ചിലപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ്ങോ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസൈനിങ് ബന്ധപ്പെട്ടിട്ടുള്ള ഇതിലോട്ട് ആണ് എപ്പോഴും. അതായത് ഇപ്പോ ഡെവലപ്ഡ് നേഷൻ, അത് ഡെവലപ്ഡ് കൺട്രീസിലെ, അതായത് ഇപ്പൊ അമേരിക്ക അങ്ങനത്തെ പോലത്തെ UK ഡെവലപ്പ് ആയിട്ടുള്ള ഏറ്റവും അടിപൊളിയായിട്ടുള്ള കരിയർ നീഡഡ് സ്കിൽസ് എന്തൊക്കെയാണ് അത് കരിയർ ആക്കാൻ എപ്പോഴും ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ഇന്ത്യയിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇന്ത്യ ഡെവലപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. അവിടെ നല്ല അടിപൊളിയായിട്ട് ഡെവലപ്ഡ് ആയിട്ടുള്ള സ്കില്ല് നമ്മൾ ഇപ്പൊ തന്നെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡെവലപ്പിംഗ് കൺട്രി ആയതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ നാട്ടിൽ എന്തായാലും അതിന് ആ ഒരു സ്കില്ലിന് ആ ഒരു ജോബിന് സ്കാർസിറ്റി വരും. അപ്പോൾ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പോ അതുകൊണ്ട് തന്നെ നമ്മൾ സ്കില്ല് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ കരിയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ കുറച്ച് നല്ല അത്യാവശ്യത്തിന് ഒരു 10 വർഷം 15 വർഷം കഴിഞ്ഞാലും വാലിഡ് ആയിട്ടുള്ള വാല്യൂ ഉള്ള കരിയേഴ്സ് മാത്രം സെലക്ട് ചെയ്യാം. ഓക്കെ, എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ പോയിന്റ്സും ഷെയർ ചെയ്തെന്ന് തോന്നുന്നു. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട്സോ ക്വസ്റ്റ്യൻസോ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ യു ക്യാൻ ഷെയർ. താങ്ക് യു നൗറീൻ. വളരെ ഇൻസൈറ്റ്ഫുൾ സെഷൻ ആയിരുന്നു. കഴിഞ്ഞ 30-40 മിനിറ്റ് ആയിട്ട് നമ്മളെല്ലാവരും കരിയർ സ്വിച്ചിങ്ങിന്റെ വിവിധ വശങ്ങളൊക്കെ മനസ്സിലാക്കി. പിന്നെ നൗറീന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഒന്ന് ചാറ്റിലിട്ടോളൂ. ഇൻസ്റ്റാഗ്രാമിൽ ചാനലുണ്ട്. ആർക്കെങ്കിലും നൗറീന്റെ സെഷൻസ് വേണമെങ്കിൽ കലണ്ടറിൽ ബുക്ക് ചെയ്തിട്ട് സെഷൻസ് എടുക്കാം.
അതേപോലെ ഒരു ഡൗട്ട് അനൂപനിൽ ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്, സൈക്കോമെട്രിക് ടെസ്റ്റ് എങ്ങനെ എടുക്കുക എന്നുള്ളത്. അതൊന്ന് അഡ്രസ് ചെയ്യാം മനോഹരൻ. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടാം, അല്ലെങ്കിൽ അൺമ്യൂട്ടിൽ ചോദിക്കാം. സൈക്കോമെട്രിക് സൈക്കോമെട്രിക് ടെസ്റ്റ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് അതൊരു ഓരോ കമ്പനിയിൽ ഓരോ ടെസ്റ്റ് ആയിരിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ മൈൻഡ്ലർ, പിന്നെ എജുമൈറ്റ്, അങ്ങനെ ഒരുപാട് കമ്പനീസ് ഉണ്ട്. ഞാൻ ഒരു കമ്പനീനെയും പ്രത്യേകിച്ച് എടുത്തിട്ട് പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഒരു ലിസ്റ്റ് ഓഫ് കമ്പനീസ് ഉണ്ട്, ലൈഫ് കരിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് കമ്പനീസ് ഉണ്ട്. അപ്പൊ അവരൊക്കെ ഒരു ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, സൈക്കോമെട്രിക് ടെസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഓരോരുത്തർ ഓരോ പേരാന്ന് പറയുന്നത്. അപ്പം അതിൽ ഒരു 50 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു 60 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അങ്ങനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കാം. അപ്പൊ ആ 2 മണിക്കൂറിന്റെ ഉള്ളിൽ, 3 മണിക്കൂറിന്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ചില ടെസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ദിവസം 4 ദിവസം ഒക്കെ നീണ്ടു നിൽക്കുന്ന ടെസ്റ്റുകളായിരിക്കാം. അപ്പൊ അതിൽ നമ്മൾ ആപ്റ്റിറ്റ്യൂഡ്, ഇൻട്രസ്റ്റ്, സ്കില്ല് ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കുറെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ തരും. അത് അനലൈസ് ചെയ്യാം, എന്നിട്ട് മുന്നോട്ട് പോകാം. അപ്പൊ ആക്ച്വലി ഈ ഒരു ടെസ്റ്റ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു കറക്റ്റ് റിസൾട്ട് നമുക്ക് തരുന്നത് വെറും ഒരു 60%, 65% മാത്രമേ നമുക്ക് കറക്റ്റ് റിസൾട്ട് തരും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് നമ്മൾ ആ ഒരു മൂഡ് പോലെ ഒരു അനലൈസ് ചെയ്തിട്ട് ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന ആൻസേഴ്സ് പോലെയാണ് നമുക്ക് അതിന് റിസൾട്ട് കിട്ടാം. അപ്പൊ അതുകൊണ്ട് തന്നെ കറക്റ്റ് ആക്യുറേറ്റ് 100% കറക്റ്റ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് ഒന്നും ഇല്ല. ഒരു 65% ഓക്കെ ആയിട്ട് വരും. എന്നിട്ട് പിന്നെ അതിനനുസരിച്ചിട്ട് കരിയർ കൗൺസിലർ നിങ്ങളുമായിട്ട് പേഴ്സണലൈസ്ഡ് ആയിട്ട് നിങ്ങളുമായിട്ട് കൗൺസിലിംഗ് കഴിയും. എന്നിട്ട് ഈ റിപ്പോർട്ടും കൂടി ക്രോസ് മാച്ച് ചെയ്ത് അവർ പഠിച്ച് അനലൈസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞത് ഇതാണ് ബെസ്റ്റ് എന്ന്. അപ്പൊ ഒരിക്കലും നിങ്ങൾ ആ ഒരു ഇപ്പൊ ഓൺലൈനിലൊക്കെ ഒരുപാട് റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഒരിക്കലും അത് എടുത്തിട്ട് ഫൈനലൈസ് ചെയ്യരുത്. അതിനും കുറെ എറേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ ബാക്കിൽ ഒരുപാട് റിസർച്ച് കാര്യങ്ങളൊക്കെ നടന്നിട്ടാണ് നല്ലൊരു ആക്യുറേറ്റ് ആയിട്ടുള്ള റിപ്പോർട്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്റെ കേസിലാണെങ്കിൽ ഞാനൊരു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു ഫൈനലൈസ്ഡ് തൃപ്തി ആയിട്ടുള്ള റിപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾമോസ്റ്റ് ഒരു 7 റിപ്പോർട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ലൈക്ക് പേയ്മെന്റ് കൊടുത്ത് 7 റിപ്പോർട്ട്സ് ചെയ്തതിന് ശേഷമാണ് 7ാമത്തെ റിപ്പോർട്ടാണ് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു കരിയർ കൗൺസിലറിന്റെ അണ്ടറിൽ ചെയ്യാം, എന്നിട്ട് മാത്രം മുന്നോട്ട് പോവാം. ഇപ്പൊ ഈ പറയുന്ന പോലെ ഓരോ റിപ്പോർട്ടിനും ഓരോ ആൻസർ. ചില റിപ്പോർട്ട്സ് എന്ന് വെച്ചാൽ 2 hours കൊണ്ട് കഴിയും. ഈ പറയുന്ന 100 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 150, ചിലത് 60 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ഫുള്ള് ആൻസേഴ്സ് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആ ഒരു ടൈമുള്ള മൂഡായിരിക്കും അതിനനുസരിച്ചിട്ട്. പിന്നെ അതാണെങ്കിൽ ഓപ്ഷണൽ ആയിരിക്കും. ഒരു 4 ഓപ്ഷൻസ് ഉണ്ടാവും, ടിക്ക് ചെയ്യാം, എന്നിട്ട് മുന്നോട്ട് പോവാം. എന്നിട്ട് അവർ ലിസ്റ്റ് ചെയ്ത് തരും. ഇതാ ഈ ഒരു 6 കരിയേഴ്സ് 5 കരിയേഴ്സ് കൊടുക്കും, എന്നിട്ട് പറഞ്ഞു തരും. അനൂപിന് ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഓക്കെ. ഹായ് നോറിൻ, ഗുഡ് ഈവനിങ്. ഹായ് ഹായ് ഹായ്, ഗുഡ് എന്റെ പേര് ജാഫർ മാളിയക്കൽ. ഞാൻ ഗ്രൂപ്പിലുള്ള ഒരു അംഗമാണ്. ഒരു 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഐ നീഡ് ടു നോ ഫ്രം യുവർ റിയൽ ലൈഫ് എക്സ്പീരിയൻസ്. അതോടുകൂടി അതിന്റെ മുന്നേ ഒരു ചോദ്യം ചോദിക്കാം. ഇപ്പോ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നമുക്കിപ്പോ നമുക്ക് ഒരു കരിയർ ഓപ്ഷൻ, അതായത് കരിയർ ഓപ്ഷന്റെ തൊട്ട് മുന്നുള്ള ഫേസ്, ഒരു കോഴ്സ് ജോയിൻ ചെയ്യാൻ നമ്മൾ തയ്യാറെടുക്കുമ്പോൾ അതിന്റെ പ്രോസ് ആൻഡ് കോൺസ്, അതിന്റെ പ്ലസ്, അതിന്റെ ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് സ്റ്റഡി ചെയ്തിട്ടാണല്ലോ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ. ഇത് ആപ്ലിക്കബിൾ ആവുന്ന ആളുകൾ ഇതിൽ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ബട്ട് എനിക്ക് നിങ്ങളൊരു സബ്ജക്ട് എക്സ്പേർട്ട് എന്നുള്ള നിലക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാലോ. അപ്പോൾ നമ്മളൊരു കോഴ്സൊക്കെ എടുക്കുമ്പോൾ നമ്മൾ അതിന്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടായിരിക്കും ഇതൊക്കെ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഒരു പാഷനും ഒക്കെ ഇതാക്കിയിട്ടാണല്ലോ നമ്മൾ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുക. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് അതിന്റെ ആ ഒരു കരിക്കുലം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുന്നു, അതിൽ മുന്നോട്ട് പോകുന്നു. പിന്നീടാണ് ഈ കരിയർ സ്വിച്ച് എന്നുള്ള ഒരു ഇത് വരുന്നത്. അപ്പോൾ അതിന് പല റീസൺസ് ഉണ്ടാകാം. ടോക്സിക് എൻവയോൺമെന്റ് ആണെങ്കിൽ നമുക്ക് വേറെ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. സാലറി കുറവാണെങ്കിൽ വേറെ ഹയർ പാക്കേജുള്ള ഇതിലേക്ക് മാറാൻ പറ്റും. അപ്പോൾ നമ്മളൊരു ത്രൂ ഔട്ട് നമ്മളുടെ ഒരു കോഴ്സ് ഓഫ് പീരീഡ്, അതിൻ്റെ ശേഷമുള്ള ഒരു സെലക്ഷനാണ് നമ്മുടെ ഈ കരിയറും ഈ ജോലിയും. സോ ആക്ച്വലി നമ്മുടെ സെയിം ഫീൽഡിൽ നിന്ന് ഇപ്പോൾ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങുക എന്നുള്ളതൊക്കെ അത്
ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. പക്ഷെ അതല്ലാതെ തീർത്തും ബന്ധമില്ലാത്ത ഒരിതിലേക്ക് ഇപ്പൊ നമ്മൾ എത്ര ടെസ്റ്റ് നടത്തി കഴിഞ്ഞാലും അതിന്റെ തൊട്ട് മുന്നേ നമ്മളിൽ ഉണ്ടായിരുന്ന ഒരു പാഷനെയും നമ്മളൊരു റിസർച്ചിന്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മളൊരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അതിന് ശേഷമുള്ള ഒരു സ്വിച്ചിങ്. സോ ആക്ച്വലി അത് ഓണസ്റ്റ്ലി നമ്മളത് അങ്ങനെയുള്ള ഒരു സ്വിച്ചിങ്ങിനെ ആസ് എൻ എക്സ്പേർട്ട് അത് നൗറീൻ അതിനെ സപ്പോർട്ട് ചെയ്യുമോ? അതാണ് എനിക്ക് ഒന്ന് അറിയാനുള്ളത്. ഇപ്പൊ എനിക്ക് ജാഫർ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ട്. അതായത് ഏകദേശം ഇപ്പൊ നമ്മൾ ജോബിന് കയറി ഒരു 8 വർഷം 9 വർഷം കഴിഞ്ഞിട്ട് ജോബ് സ്വിച്ചിങ്ങിനെ കുറിച്ച് ചിന്തിക്കാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു 8 വർഷം കഴിഞ്ഞിട്ട് ഇപ്പൊ ആളൊരു കോർപ്പറേറ്റ് ലൈഫിൽ നിന്ന് വിചാരിക്കാം, ഓക്കെ എനിക്കൊരു ഡോക്ടർ ആവണം, അല്ലെങ്കിൽ വേറെ പ്രൊഫഷണൽ കോഴ്സ് എടുത്ത് മുന്നോട്ട് ആ ഒരു പ്രൊഫഷനിൽ പോകണമെന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. അതൊരിക്കലും പോസിബിൾ അല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അവര് ആ ഒരു ബാക്കില് ആ ഒരു ഫാമിലി ഇതൊക്കെ വെച്ചിട്ട് ഒരു ഡോക്ടർ ആവാന് പോസിബിൾ അല്ല. ഓക്കെ, അപ്പൊ ഞാൻ ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യില്ല. ആ ഫാമിലിനൊന്നും നോക്കാണ്ട് അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ജോബ് കാര്യങ്ങളൊക്കെ ക്വിറ്റ് ചെയ്ത് ഒരു MBBS എന്ന് പറയുന്ന നീറ്റിനും വേണ്ടിയിട്ട് 2 വർഷം പ്രിപ്പയർ ചെയ്യുക, അത് വരും. പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം ജോബ് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു കോർപ്പറേറ്റ് ലൈഫിൽ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും അവർക്കൊരു ഡോക്ടർ ആവാൻ പറ്റുക അതിന് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഓക്കെ, അതായത് റിലേറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ അതിനൊരു ക്ലോസ്ലി വരുന്നതാണ് ഒരു നഴ്സിംഗ് എന്ന് പറയുന്ന സംഭവം. അപ്പൊ ഈ ഒരു നഴ്സിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പൊ പുറത്തോട്ട് അത്യാവശ്യത്തിന് ഒരു അത്യാവശ്യം സേവിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പുറത്തോട്ട് ഈ ഒരു സെയിം ജോബിന് മുന്നോട്ട് പോയിട്ട് പുറത്ത് മീൻസ് ഔട്ട് ഓഫ് ഇന്ത്യ UK പോലത്തൊക്കെ നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റും. നഴ്സിംഗ് ജോബിന്റെ കൂടെ തന്നെ, അതായത് ഈ ഒരു ജോബ് പ്ലസ് ആ ഒരു നഴ്സിംഗ് പഠിക്കാനുള്ള അവസ്ഥ ഉണ്ടെങ്കിൽ, ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദാറ്റ്. അഥവാ അത് പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇപ്പോ ഈ പറയുന്ന പോലെ മെഡിക്കൽ ഇനിയും ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് ഇപ്പൊ ഈ എന്താ പറയാ ഫാർമസി പോലത്തെ, അതിനൊക്കെ മെയിൻ ആയിട്ട് ഒരു കോർ സബ്ജക്ട് അനാറ്റമി ഫിസിയോളജി ഇതുപോലത്തെ സബ്ജക്ട്സ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ നെക്സ്റ്റ് അതിന് കോറായിട്ട് അതായത് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന സംഭവത്തിലൂടെ പോകാനേ ഞാൻ പറയും. ഇപ്പൊ നഴ്സിംഗ് ആണെങ്കിൽ ഇപ്പൊ ഈ പറയുന്ന കുറച്ച് സബ്ജക്ട്സ് മാത്രമേ ഡോക്ടേഴ്സ് പഠിക്കുന്ന കുറച്ച് സബ്ജക്ട്സ് മാത്രമേ നഴ്സിംഗിൽ കുറവ് വരുന്നുള്ളൂ. അവർക്ക് അതിൽ പോവാം നഴ്സിംഗില്. ഇപ്പൊ ഈ പറയുന്ന അപ്പൊ അതിന് പ്ലാൻ ചെയ്യണം, അതായത് കുറച്ച് ഫൈനാൻഷ്യലി ഒന്ന് കുറച്ച് ഫിറ്റ് ആക്കണം, കുറച്ചൊന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പുറത്തു പോയിട്ട് വർക്ക് പ്ലസ് സ്റ്റഡി എന്ന രീതിയിൽ മുന്നോട്ട് പോവാം. ഓക്കെ, പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ +2 കഴിഞ്ഞ കുട്ടികൾ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് എപ്പോഴും കോഴ്സാണ് ശ്രദ്ധിക്കാം, കരിയർ അല്ല. എപ്പോഴും കോഴ്സ് ഇപ്പൊ ഒരു വെറൈറ്റി കോഴ്സ്, ഞാനൊക്കെ ആണെങ്കിൽ ഒരു വെറൈറ്റി കോഴ്സ് എന്ന് പറഞ്ഞിട്ട് ആ ടൈം നടന്നത് ഈ മെഡിക്കൽ ബാക്ക് ഇൻഷുറൻസ് വെറൈറ്റി കോഴ്സ് ആണ്. കേരളത്തിനാകെ 2 ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കേൾക്കാത്ത കോഴ്സ് ഫോറൻസിക് എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട് കുട്ടികൾ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്യരുത്. എപ്പോഴും നമ്മൾ കരിയർ ആണ് ഇതാക്കേണ്ടത്, കരിയർ ആണ് മുന്നോട്ട് പോകേണ്ടത്. ഓക്കെ, എനിക്ക് ഈ ജോലി ഇഷ്ടമാണ്, ഈ ജോലി നേച്ചർ, ഇതിൻ്റെയോടുള്ള ചെയ്യുന്ന കാര്യങ്ങൾ, ആ ജോബ് നേച്ചർ ആൻഡ് സബ്ജക്ട് ഇഷ്ടപ്പെട്ടിട്ട് മാത്രം കോഴ്സസ് ചെയ്യാം. എപ്പോഴും കരിയർ ബാക്കാണ് ഡോക്ടർ നമ്മൾ എപ്പോഴും ജോയിൻ ചെയ്യേണ്ടത്. കരിയർ സെലക്ട് ചെയ്യുക, ആഫ്റ്റർ ദാറ്റ് യു വാണ്ട് ടു സെലക്ട് ദ കോഴ്സസ് ഉണ്ടാവും. കോഴ്സ് സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകേണ്ടത്. ഓക്കെ, അപ്പൊ കരിയർ സെലക്ട് ചെയ്യാം, അതിനുശേഷം കോഴ്സ് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തിട്ട് മുന്നോട്ട് പോവാം. അപ്പൊ അതിന് ഏറ്റവും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന എക്സ്പേർട്സിനോട് സംസാരിക്കാം. രണ്ടാമത്തത് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ കോഴ്സസ് ചെയ്യാം. +2 കുട്ടികൾക്ക് അത്യാവശ്യം ടൈം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അവരെന്താക്കാന് ഫ്രീ കോഴ്സസ് ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക, ഗൈഡൻസ് എടുക്കുക ആൾക്കാരുടെ അടുത്തുനിന്ന്, ഇതൊക്കെ ചെയ്യാം. ജാഫറിന് എനിക്ക് തോന്നുന്നു ചോദിച്ച എനിക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായി. ആൻസർ അതെ അതെ കിട്ടിയിട്ടുണ്ടോ? ആൻസർ കിട്ടി. ആൻഡ് ഫ്രം യുവർ റിയൽ ലൈഫ് എക്സ്പീരിയൻസ്, ഇപ്പൊ ഈ ഒരു എടുത്ത കരിയർ കോച്ച് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഈ BSc പഠിക്കുന്ന സമയത്തോ ജോലി ചെയ്യുന്ന സമയത്തോ അങ്ങനെ അതിനോടൊരു ഇഷ്ടം ആ സമയങ്ങളിൽ ഉണ്ടായിരുന്നു, അതോ ഈ ഒരു ടെസ്റ്റിന് ശേഷം അങ്ങനെ വന്നതാണോ? ജസ്റ്റ് വാണ്ട് ടു നോ ഫ്രം യുവർ റിയൽ ലൈഫ്. ആക്ച്വലി ഞാൻ ഈ കരിയർ കോച്ചിലോട്ട് ഞാൻ മാറിയത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ +2 എന്നൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ കോഴ്സസ് റിസർച്ച് ചെയ്യാൻ ഭയങ്കര താല്പര്യമുള്ള ആളാണ്. അതായത് ആ ടൈമൊക്കെ ആണെങ്കിൽ ഈ വെനസ്ഡേ മലയാള മനോരമയിലൊക്കെ ഒരു ആഡ് കാര്യങ്ങളൊക്കെ വരും.
അതായത് ഓരോ മറ്റേ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചിട്ട് ആഡ് വരും. എന്നിട്ട് ഞാൻ എന്താക്കും, അന്നേരം കെഫെ കാര്യങ്ങളൊക്കെയാണുള്ള ഇന്റർനെറ്റ് കെഫേയില് ആ ടൈം അവിടെ പോവും. എന്നിട്ട് ഗൂഗിളിൽ പോയിട്ട് റിസർച്ച് ചെയ്യും, നമ്പർ നോട്ട് ചെയ്യും. പിന്നെ ആ പേപ്പറിൽ ആഡിൽ തന്നെ നമ്പർ ഇടും. എന്നിട്ട് ഞാൻ കോളേജിൽ വിളിക്കും. എന്നിട്ട് എന്താ കോഴ്സ്, ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്യും. ഒരു +1 +2 ആ ടൈം ഇങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് റിസർച്ച് ചെയ്യാം. എന്നിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ റിസർച്ച് ചെയ്ത് അപ്പൊ ആ ഒരു കോഴ്സിനെ മാത്രമേ കുറിച്ചിട്ട് റിസർച്ച് ചെയ്യും. വെറൈറ്റി കോഴ്സ് വേണമെന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിൽ ഇട്ട് റിസർച്ച് ചെയ്യും. എന്നിട്ടാണ് ഈ ഒരു കോഴ്സിലോട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നത്. എന്നിട്ട് പിന്നെ അതിനുശേഷം അപ്പൊ എനിക്ക് മനസ്സിലാവും, എനിക്ക് കോഴ്സ് റിസർച്ച് ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണെന്ന് അതിൽ മനസ്സിലായി. കാരണം ഞാൻ ഒരു കുറച്ച് നല്ലോണം അത്യാവശ്യം നടക്കാനുണ്ട്. അങ്ങനെ നടന്നിട്ട് ഇന്റർനെറ്റ് കഫേയിൽ പോയിട്ട് ഇങ്ങനെ ഗൂഗിളിൽ എല്ലാ കാര്യങ്ങളും പഠിച്ച് നോട്ട് ചെയ്തിട്ടൊക്കെ ഞാൻ ഒരു ബുക്കിലൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ട്, ഒരു ബുക്കിൽ തന്നെ. അപ്പോ അങ്ങനെയാണ് ഞാൻ ഈ ഒരു കോഴ്സിലൊക്കെ ആയിട്ട് പോയത്. എന്നിട്ട് പിന്നെ ഒരു ഡിഗ്രിക്കൊക്കെ കയറി. അപ്പൊ ആ ടൈം എന്റെ ഫ്രണ്ട്സിന്റെ കസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫ്രണ്ടിന്റെ ഫ്രണ്ടിന് ആർക്കെങ്കിലും ഒക്കെ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ചോദിക്കും, ഇത് ഇന്ന കോഴ്സിനെ കുറിച്ച് അറിയണമെന്നുണ്ട്, ഒന്ന് പറഞ്ഞുതരാം, ഇന്ന കോഴ്സ് എന്ന് ആൾക്കാർ ചോദിക്കുമ്പോൾ എനിക്ക് അവിടുന്ന് എനിക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഇന്ന കോഴ്സിനെ കുറിച്ച് ഒന്ന് നൗറിന്റെ അടുത്ത് ചോദിച്ചാൽ മതി, എന്ത് കോഴ്സിനെ കുറിച്ച് എനിക്ക് അവള് റിസർച്ച് ചെയ്തിട്ട് പറഞ്ഞിരുന്നുമായിട്ട് എനിക്ക് ഒരുപാട് ലിസ്റ്റ് ഓഫ് കോഴ്സസ് പറഞ്ഞിട്ട് ഞാൻ അത് റിസർച്ച് അടിപൊളിയായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്, എല്ലാ ഡീറ്റെയിൽസും കിട്ടിയിട്ടുണ്ട്. ആ ഒരു പ്രശംസയില്ലേ, അത് ഭയങ്കര എനർജി ബൂസ്റ്ററാണ്. അപ്പൊ അതാണ് എന്റെ മനസ്സിനൊന്ന് കിട്ടിയത്, ആ ഒരു കിക്ക്. അപ്പൊ എന്നിട്ട് എന്താക്കിയേ, പക്ഷെ അതൊക്കെ ആ ഒരു കോളേജ് ടൈമാണ്. എന്നിട്ട് കോളേജൊക്കെ കഴിഞ്ഞ് അന്നേരം ഒന്നും മനസ്സിലായിട്ടൊന്നും ഇല്ല ഇതിലോട്ടൊന്നും, ഈ ഒരു കരിയർ കുറിച്ച്. കാരണം ആ ടൈം എനിക്ക് സബ്ജക്ട് ഇഷ്ടമാണ്, സബ്ജക്ട് അത്യാവശ്യമായിട്ട് പഠിച്ചിട്ട് പോകുമോ. എന്നിട്ട് സബ്ജക്ട് കഴിഞ്ഞ് ജോബിൽ കയറിയപ്പോഴാണ് ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ഓക്കെ എനിക്ക് ഒന്ന് സ്വിച്ച് ചെയ്യണം. അങ്ങനെയാണ് ഞാൻ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ എടുത്ത് എന്നിട്ട് അവർ ആ ഒരു ലിസ്റ്റ് ഓഫ് കരിയേഴ്സിൽ ഒരു 5 to 6 കരിയേഴ്സ് ആണ് പറഞ്ഞത്. അപ്പൊ ഈ പറഞ്ഞ പോലെ കരിയർ കൗൺസിലിംഗ്, സൈക്കോളജി, പബ്ലിക് അങ്ങനത്തെ ഒക്കെ, സോഷ്യൽ വർക്ക് അങ്ങനെയൊക്കെയാണ് വന്നത്. അപ്പൊ ഈ കരിയർ കൗൺസിലിംഗ് പിന്നെ ഞാൻ എന്തൊക്കെ അത് വെച്ച് റിസർച്ച് പിന്നെ എനിക്ക് മനസ്സിലായി കരിയർ കൗൺസിലിംഗ് ആണ്. എന്നിട്ട് ഞാൻ ജോബിൽ ഉള്ളപ്പം തന്നെ ഞാൻ സർട്ടിഫിക്കേഷൻസ് എടുത്ത്, കോഴ്സസ് എടുത്ത്, പിന്നെ ഇന്റേൺഷിപ്പ് ചെയ്ത് ഒരു സൈഡ് ഹസൽ പോലെ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി ഒരു അത്യാവശ്യം നല്ലൊരു സാലറി വരുന്ന ഒരു മെഡിക്കൽ സപ്പോർട്ട് മെഡിക്കൽ ഫീൽഡാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് അങ്ങ് ക്വിറ്റ് ചെയ്തിട്ട് അത്ര ഒരു ധൈര്യം വരില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കോഴ്സസ് എടുത്ത് ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്തിട്ട് അത്യാവശ്യം പേയ്മെന്റ് ഒക്കെ കിട്ടുമ്പോഴാണ് ഞാൻ അത് ക്വിറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോയത്, ഈ ഒരു കരിയർ കോച്ചിങ്ങിലൂടെ പോയത്. താങ്ക് യു സോ മച്ച്. എന്നിട്ട് ഞാൻ ഫസ്റ്റ് ഇന്റേൺഷിപ്പ് ചെയ്ത് പിന്നെ ഇങ്ങനെ ഫ്രീലാൻസ് ചെയ്തു. താങ്ക് യു. നമ്മുടെ റിയൽ ലൈഫിലുള്ള ഇനി എക്സ്പീരിയൻസ് ആണ് വേറെ നമ്മളെ ഓഡിയൻസിന് ഏറ്റവും കൂടുതൽ നമുക്ക് എഫക്റ്റീവായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുക എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് അത് ചോദിച്ചത് കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ഇനി വേറെ ആർക്കെങ്കിലും any questions? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഫീഡ്ബാക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ അത് ചെയ്യാം. ആർക്കും ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. നമുക്ക് കഴിഞ്ഞ വർക്ക്ഷോപ്പ് എടുത്ത അഖില ചന്ദ്രൻ ഇന്ന് നമ്മുടെ കൂടെ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അഖിലക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച് നൗറീൻ. ആർക്കെങ്കിലും എന്തെങ്കിലും പറയണോ നൗറീനോട് ലീവ് ആക്കുന്നതിന് മുൻപ്? അഖിൽ ചന്ദ്രൻ എന്തോ അഖില ചന്ദ്രൻ. അഖില.
എനിക്ക് തോന്നുന്നു മൈക്ക് ആക്സസ് ചെയ്യാൻ കഴിയും. മൈക്ക് ആക്സസിബിൾ ആണ്. കരിയർ കോച്ച് വലിയൊരു പ്രൊഫഷനാണ്, ഫസ്റ്റ് ടൈം കേൾക്കുന്നതാണ്. ആ, വലിയൊരു പ്രൊഫഷൻ ആണ്. അത്യാവശ്യത്തിന് നല്ല അടിപൊളിയായിട്ടുള്ള പ്രൊഫഷൻ തന്നെയാണ് കരിയർ കോച്ചിങ് എന്ന് പറയുന്നത്. അത്യാവശ്യത്തിന് നല്ലോണം റിസർച്ച് ചെയ്യാനും കോഴ്സസിനെ കുറിച്ച് അറിയാനും കരിയേഴ്സിനെ കുറിച്ച് അറിയാനും താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ സ്റ്റുഡന്റിന്റെ വിഷമങ്ങൾ അറിയാനും ആ ഒരു മനസ്സിലാക്കാനുള്ള ഇത് വേണം, എമ്പത്തിയാണ്. ഫസ്റ്റ് എമ്പത്തിയാണ് വേണ്ടത് ഈ ഒരു പ്രൊഫഷന് വേണ്ടത്. ആൻഡ് റിസർച്ചിങ് സ്കിൽ ഇസ് മസ്റ്റ്. ഹലോ. ഹലോ. യാ, ഓഡിബിൾ ആണല്ലോ അല്ലേ? യെസ് ഓഡിബിൾ. യാ, ഓക്കെ. ഇല്ല, എനിക്ക് ഓവറോൾ ഞാൻ കുറച്ച് ലേറ്റ് ആയി കയറിയ സമയത്ത് അത് കഴിഞ്ഞിട്ട് ഒരു റിസർച്ച് പറയുന്ന ടൈമും പിന്നെ നോ യുവർ സെൽഫ് പറയുന്ന ടൈമും തൊട്ടാണ് ഞാൻ ജോയിൻ ആയിട്ടുണ്ടായിരുന്നത്. എന്താ പറയാ, ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ഞാൻ അന്ന് കവർ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ റെസ്യൂമിന്റെ പോയിന്റ്സ് ആയാലും ഒരു ജോബ് സ്വിച്ചിങ്ങിനെ കുറിച്ച് പറഞ്ഞത് വളരെ നല്ല രീതിയിൽ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ ഒരു സൈക്കോമെട്രിക് ടെസ്റ്റിന്റെ ആ ഒരു അഡ്മിനിസ്ട്രേഷനെ പറ്റിയിട്ടുള്ള ഒരു കാര്യത്തിൽ ചെറിയൊരു ഡൗട്ട് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു പറഞ്ഞ സമയത്ത്. കാരണം ഞാൻ സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ടായത്. നമുക്ക് ഓൺലൈനായിട്ട് കുറച്ച് സൈക്കോമെട്രിക് ടെസ്റ്റ് അവൈലബിൾ ആണ്. പക്ഷെ അത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത് കുറച്ചുകൂടി അതോറൈസ്ഡ് ആയിട്ടുള്ള ഒതന്റിസിറ്റി ഉള്ള രീതിയിൽ പോവുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അത് അഫ്കോഴ്സ് നൗറിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഒത്തിരി റിപ്പോർട്ടും കാര്യങ്ങളും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഡൗട്ട് ഉണ്ടാകും. അത് കറക്റ്റായിട്ട് റിപ്പോർട്ട് എടുത്തില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമാണെന്നുള്ളത് അഫ്കോഴ്സ് നോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് തന്നെയാണ് എനിക്കും സ്ട്രെസ് ചെയ്യാനുള്ളത്. സൈക്കോമെട്രിക് ടെസ്റ്റ് അത്രയും ഒതന്റിക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് അത് അഡ്മിനിസ്ട്രേറ്റർ ആരാന്നുള്ള പ്രോപ്പറായിട്ട് നോക്കിയിട്ട് എടുത്തില്ല എങ്കിൽ നമുക്ക് തന്നെ ഡൗട്ടുകൾ ഉണ്ടാവാനുള്ള ചാൻസും നമ്മുടെ കരിയർ ആയാലും ഇപ്പോൾ എന്താ പറയുക, സൈക്കോമെട്രിക് ടെസ്റ്റ് നോട്ട് ഫോർ കരിയർ അല്ലെങ്കിൽ സ്കില്ല് മാത്രമല്ല, ഇന്റലിജൻസിന്റെ ആയാലും പേഴ്സണാലിറ്റി ആയാലും ഇതിനെല്ലാത്തിനുള്ള ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ അതൊരു ഒതന്റിസിറ്റി ഉള്ള അടുത്തുനിന്ന് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് റിലയബിൾ ആയിട്ടുള്ള എന്താ പറയുക റിപ്പോർട്ട് കിട്ടും. അല്ലെങ്കിൽ കുറച്ചുകൂടി ഡൗട്ടുകൾ ഉണ്ടാവാനുള്ളതും കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള ചാൻസും ഉണ്ട്. അപ്പൊ അതെനിക്ക് ഇതിന്റെ കൂടെ ഇങ്ങനെ ആഡ് ഓൺ ചെയ്യണം എന്നുണ്ടായിരുന്നു. ബിക്കോസ് ഞാൻ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. സോ അത് ഓൾറെഡി നൗറിൻ പറഞ്ഞ പോയിന്റ് ആണ്. അതൊന്നുകൂടി സ്ട്രെസ് ചെയ്ത് പറയണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദാറ്റ്സ് ഇറ്റ്. ഓവറോൾ ഭയങ്കര ഇൻസൈറ്റ്ഫുൾ. ആ ഒരു സ്വിച്ചിങ്ങിന് എന്താ പറയുക, ഒരു കരിയർ ജോബ് സ്വിച്ച് ആഗ്രഹിക്കുന്നവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന തരത്തിൽ, ഇല്ലെങ്കിൽ അവർക്ക് സ്വിച്ചിങ് എന്ന് പറയുന്നത് എന്താ പറയുക അത്ര പ്രയാസപ്പെട്ട കാര്യമല്ല, എല്ലാവർക്കും അത് പോസിബിൾ ആണ് എന്ന് തോന്നിക്കുന്ന തരത്തിൽ വളരെ നല്ല രീതിയിൽ സെഷൻ പോകുന്നുണ്ടായിരുന്നു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു അഖില. അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. വൺസ് അഗൈൻ താങ്ക് യു നൗറീൻ. വളരെ ഡീറ്റെയിൽഡും ഇൻസൈറ്റ്ഫുള്ളും ആയിരുന്നു സെഷൻ. ശേഷം നമുക്കിനി ഗ്രൂപ്പിൽ കാണാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ബൈ. വാല്യുബിൾ ഫീഡ്ബാക്ക് കിട്ടിയാൽ വളരെ നല്ലതായിരുന്നു എല്ലായിടത്തും നിന്ന്. എങ്ങനെയാണ് സെഷനും അങ്ങനെ എല്ലാതും. തീർച്ചയായും. താങ്ക് യു.
ഓക്കെ, അപ്പൊ നമുക്ക് മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഓൾ ഫോർ ജോയിനിങ്.